ഇന്നൊരല്പം വ്യത്യസ്തമായിട്ടുള്ള വിഷയമാണ്. നമ്മൾ റഹ്മത്ത് അൽ കാസിമിയുടെ ഒരു നിരീക്ഷണത്തോട്, ഒരു സാമൂഹ്യ നിരീക്ഷണത്തോടൊപ്പം നമ്മൾ കുറച്ച് യാത്ര ചെയ്ത് സഞ്ചരിച്ച് അതൊന്ന് കേട്ട് അതിനോടുള്ള വളരെ നേരിയ ചില അഭിപ്രായങ്ങൾ പറഞ്ഞു പോവാണ്. സാധാരണഗതിയിൽ നമ്മളിവിടെ ഉസ്താദുമാരെ പൊരിച്ചെടുക്കുന്നത് പോലത്തെ കലാപരിപാടിയൊന്നുമല്ല. അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ സരസമായിട്ട് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഒരല്പം കാര്യമായിട്ടും അല്പം അബദ്ധവും നിറഞ്ഞ് അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങൾ, അതിനോട് വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ട് നമ്മൾ അതിനെ ഒന്ന് അനലൈസ് ചെയ്യാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്, അദ്ദേഹത്തിന്റെ ചില വാദഗതികൾ പരിശോധിച്ചുകൊണ്ട്. എന്തായാലും ഒരു കാര്യം അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു, എക്സ് മുസ്ലിങ്ങൾ മുസ്ലിം സമൂഹത്തിന് വലിയ സേവനം ചെയ്യുന്നവരാണ് എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. മുസ്ലിം സമൂഹം അല്ലെങ്കിൽ മുസ്ലിങ്ങളായിട്ടുള്ള മനുഷ്യർ, നമ്മൾ തന്നെ പറയുന്നത്, ഇസ്ലാം മതത്തിനകത്ത് ജീവിക്കുന്ന ഇസ്ലാം മത വിശ്വാസികളായിട്ടുള്ള മനുഷ്യരോടുള്ള സഹാനുഭൂതി നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ മതം എന്താണ് എന്ന ശരിയായ തിരിച്ചറിവ് അവർക്ക് ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തിൽ തന്നെയാണ് എന്നെ പോലെയുള്ള ആളുകൾ പ്രവർത്തിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല, നമ്മൾ പറയുന്നുണ്ട്. അദ്ദേഹം അതിനെ മനസ്സിലാക്കുന്ന രീതി വേറെയാണ്, അദ്ദേഹം അതിൽ പറയുന്ന ന്യായങ്ങൾ വേറെയാണ്. പക്ഷെ വാസ്തവത്തിൽ ഇതിന്റെ ഫലം ഒന്നാണ്. മുസ്ലിങ്ങൾ ഇസ്ലാം പഠിക്കാൻ നിർബന്ധിതരാകുന്നു. മുസ്ലിം യുവത ഇസ്ലാമുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അവർ ഗ്രന്ഥങ്ങൾ റെഫർ ചെയ്യാൻ നിർബന്ധിതരായിരിക്കുന്നു. മതപണ്ഡിതന്മാരോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് അവർക്ക് ഈ മതത്തെക്കുറിച്ചുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത തേടേണ്ട നിർബന്ധിത സാഹചര്യത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. അത് എക്സ് മുസ്ലിങ്ങളുടെ പ്രവർത്തനത്തിന്റെ ഒരു പോസിറ്റീവ് സൈഡായിട്ട് അദ്ദേഹം കാണുന്നു. നമ്മൾ അതിനെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. നമ്മൾ എല്ലാ കാലത്തും പറയുന്നത് മതം എന്താണെന്ന് മനസ്സിലാക്കണം, പഠിക്കണം, ഗ്രന്ഥങ്ങൾ അനലൈസ് ചെയ്യണം, നമ്മുടെ യുക്തി ഉപയോഗിക്കണം, ഉസ്താദുമാരോട് ചോദ്യങ്ങൾ ചോദിക്കണം എന്നൊക്കെ തന്നെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ എന്താണ് പിന്നെ ഞാനും റഹ്മത്തുള്ളാഹി അൽ കാസിമി തമ്മിൽ പറയുന്ന ഈ കാര്യങ്ങളെ വിലയിരുത്തുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യസ്തത എന്താണ്, അദ്ദേഹത്തിന്റെ ആ നിരീക്ഷണത്തിലുള്ള എൻ്റെ വിയോജിപ്പ് എന്താണ്, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ബാക്കി കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ സംസാരം, രസകരമായ രീതിയിലുള്ള അദ്ദേഹത്തിന്റെ സംസാരം നമുക്ക് കേട്ടുപോകാം. നമുക്ക് ആദ്യം അദ്ദേഹം പറയുന്ന ആ വാദഗതികളിലേക്ക് കടക്കാം. പൊന്മളയിൽ നിന്നും സഹൽ മുഹമ്മദിന്റെ ചോദ്യം: അടുത്തിടെ നിരീശ്വരവാദികളുടെ എണ്ണം കേരളത്തിൽ വർദ്ധിച്ചു വരുന്നതായി അതിന് ശ്രദ്ധയിൽപ്പെട്ടിട്ടാകുമല്ലോ. ഈ നാസ്തികർ പടച്ചുവിടുന്ന കള്ളങ്ങളും കുപ്രചാരണങ്ങളും നമ്മുടെ യുവതലമുറയെ വഴിതെറ്റിക്കുന്നു. ദൈവവിശ്വാസികളായ നാം ഇതിനെ എങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടത്? സദന് മറുപടി പ്രതീക്ഷിക്കുന്നു. ചോദ്യം വളരെ ലളിതമാണ്. സാധാരണ ശരാശരി വിശ്വാസികളെ മനസ്സിൽ ഇപ്പോഴുള്ള ഒരാശങ്കയാണ്. നിരീശ്വരവാദികൾ അല്ലെങ്കിൽ എക്സ് മുസ്ലിങ്ങൾ, ഇസ്ലാം മത വിമർശകർ നടത്തുന്ന വിമർശനങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാതെ അല്ലെങ്കിൽ മറുപടി അന്വേഷിച്ചുള്ള ഓട്ടത്തിനിടയിൽ ഒരുപാട് മനുഷ്യർ ഇസ്ലാം മതത്തിന്റെ ഫോളിൽ നിന്ന് പുറത്തു പോകുന്നു. ഒരുപാട് ആളുകൾ പ്രഖ്യാപിത മുർത്തദ്മാരായിട്ടും അതിലേറെ അതിൻ്റെ എത്രയോ മടങ്ങ് ആളുകൾ മുനാഫിക്കുകളായിട്ടും ജീവിക്കുന്നു. ഇസ്ലാമിനോടുള്ള ഈ ഒരു പ്രതിപത്തി കുറഞ്ഞു വരുന്നു. മതകാര്യങ്ങളിലുള്ള കണിശത കുറഞ്ഞു വരുന്നു. വിശ്വാസത്തിൽ സീരിയസ്നെസ് കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടത്തിൽ ആളുകൾ വിശ്വാസത്തിൽ സംശയവും വിശ്വാസത്തിൽ നിന്ന് പുറത്തോട്ടുള്ള വഴിയും തേടുന്ന സമയത്ത് ഇതിനെ മുസ്ലിം സമൂഹം എങ്ങനെ പ്രതിരോധിക്കാം എന്നതാണ് ചോദ്യം. അപ്പോൾ ആ ചോദ്യത്തിൽ അദ്ദേഹം ഒരു കാര്യം അക്നോളജ് ചെയ്യുന്നുണ്ട്. എന്നാൽ അത് എക്സ് മുസ്ലിങ്ങളും അല്ലെങ്കിൽ നിരീശ്വരവാദികളും ഒക്കെ നടത്തുന്ന മതവിമർശനം കൊണ്ടാണ്, അല്ലെങ്കിൽ മതത്തിനെതിരെ ആക്ഷേപം ഉന്നയിക്കുന്നത് കൊണ്ടാണ്, പ്രചരണം നടത്തുന്നത് കൊണ്ടാണ് എന്ന വാദത്തെ അദ്ദേഹം നിരാകരിക്കുകയും ചെയ്യുന്നു. അതിലേക്ക് വളരെ പ്രസക്തമായ ചോദ്യം. ഒന്നാം പാർട്ട് വളരെ ശരിയാണ്. അതായത് നിലവിലുള്ള സാഹചര്യത്തിൽ നിരീശ്വരവാദം, ലിബറലിസവും നമ്മുടെ യൂത്തിലേക്ക് വളരെ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ലോകമൊട്ടാകും അതിൻ്റെ അലയൊലികളും സാഹചര്യങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ശരിയാണ്. പക്ഷേ ആ പക്ഷയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന്, റഹ്മത്തുള്ളാഹി അൽ കാസിമി പറഞ്ഞ പക്ഷേ അദ്ദേഹത്തിന്റെ ഒരു പക്ഷയാണ്. എനിക്ക് ഈ കാര്യത്തിൽ ഒരു പക്ഷേ പറയാനുണ്ട്. അപ്പൊ ഈ രണ്ട് പക്ഷയും കൂടെ ചേർത്ത് ചുരുക്കി പറയാം. അദ്ദേഹത്തിന്റെ പക്ഷെ അദ്ദേഹം വിശദീകരിക്കും. ഇവിടെ അദ്ദേഹം ഇപ്പൊ പറഞ്ഞു വെച്ചിട്ടുള്ളത് നിരീശ്വരവാദത്തിലേക്ക് അല്ലെങ്കിൽ ദൈവനിഷേധത്തിലേക്ക് ആളുകളുടെ കുത്തൊഴുക്കുണ്ട്. അത് യുവതയുടെ ഇടയിൽ അതിന് കൂടുതലായിട്ടുള്ള സ്വാധീനമുണ്ട്. അതേ സമയത്ത് അദ്ദേഹത്തിന്റെ പക്ഷേ എന്ന് പറയുന്നത് അതിന്റെ കാരണം ഈ നിരീശ്വര ചിന്ത പ്രചരിപ്പിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഇവിടുത്തെ മതവിമർശകർ മതവിമർശനം നടത്തുന്നത് കൊണ്ടോ ഉസ്താദുമാർക്ക് മറുപടി ഇല്ലാത്തതുകൊണ്ടൊന്നും അല്ല എന്നാണ്. അത് പറയാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന്റെ പക്ഷേ. എന്റെ പക്ഷേ നിങ്ങൾ ഇവിടെ ഒന്ന് ഓർത്ത് വെക്കുക. അദ്ദേഹം അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം, ഇസ്ലാം മതത്തിനകത്ത് നിന്ന് ആളുകൾ വിശ്വാസത്തിൽ നിന്ന് പുറത്തു പോകുന്ന അവസ്ഥയുണ്ട്. അത് യുവാക്കൾക്കിടയിൽ വലിയ സ്വാധീനം ഉണ്ടാക്കുന്നുണ്ട്. മനുഷ്യർക്കിടയിൽ മതത്തിൽ നിന്ന് അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇസ്ലാമിൽ നിന്ന് ആളുകളുടെ കൊഴിഞ്ഞുപോക്ക് ഭയങ്കരമായിട്ട് ഉണ്ടാവുന്നുണ്ട്. ഈ കാര്യം അദ്ദേഹം ഇവിടെ അക്നോളജ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ ഓർമ്മിക്കണം. അതിനു വേണ്ടിയിട്ടാണ് എന്റെ പക്ഷേ. അപ്പൊ എന്റെ പക്ഷെ പറഞ്ഞു. ഇനി അദ്ദേഹത്തിന്റെ പക്ഷേ നമുക്ക് കേൾക്കാം. നിരീശ്വരവാദികളുടെ പ്രചണ്ഡമായ പ്രചാരണം കാരണം മതത്തിന് വലിയ പോറലേൽക്കുകയും ആളുകൾ മതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയും ചെയ്യുക എന്നത് തെറ്റായ വായനയാണ്. നിരീശ്വരവാദം അധികരിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷെ അത് മതങ്ങളുടെ മേലുള്ള വിമർശനങ്ങൾ നേരിടാൻ മതങ്ങൾക്ക് കഴിയാതെ അങ്ങനെ സംഭവിക്കുന്നു എന്ന വായന തെറ്റാണ്. ഒന്ന്, ചോദ്യത്തിൽ അങ്ങനെ ഒരു ഊന്നൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഉസ്താദിന് പറഞ്ഞു കേട്ടും ഉസ്താദിന് തന്നെയും ബോധ്യമുള്ള ഒരു കാര്യമായിട്ട് മനസ്സിലാക്കുന്നത്, പൊതുവിൽ വിശ്വാസികളുടെ ഇടയിലുള്ള ഒരു വലിയ ആശയക്കുഴപ്പം
മതവിമർശകർ ഇത്തരം മതവിമർശനങ്ങൾ പരസ്യമായി നടത്തുമ്പോൾ അതിനോട് എൻഗേജ് ചെയ്യാനോ അതിനോട് പ്രതികരിക്കാനോ അതിന് കൃത്യമായിട്ടുള്ള മറുപടി പറഞ്ഞ് അവരുടെ ആരോപണങ്ങളെ നേരിടാനോ മുസ്ലിം സമൂഹത്തിൽ നിന്ന്, വിശിഷ്യ പണ്ഡിത നേതൃത്വത്തിൽ നിന്ന് ആളുകൾ തയ്യാറായി വരുന്നില്ല. മതസംഘടനകൾ അതിനെ കാര്യമായിട്ട് പരിഗണിക്കാൻ ശ്രമിക്കുന്നില്ല. അതേ സമയത്ത് ഇതിനിടയിൽപ്പെട്ട് ജീവിക്കുന്ന വിശ്വാസികളെ സംബന്ധിച്ച് അവർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആശയക്കുഴപ്പം തീർക്കാൻ വേണ്ടി മതപണ്ഡിതന്മാർക്ക് കഴിയുന്നില്ല എന്നൊരു ധാരണ പൊതുവിൽ വിശ്വാസി സമൂഹത്തിൽ, പ്രത്യേകിച്ച് പുതിയ തലമുറയിലുണ്ട്. അപ്പൊ ആ ആശങ്കയാണ് ഇവിടെ റഹ്മത്തുള്ളാഹി ഖാസിമി ഉയർത്തുന്നത്. എന്നാൽ അദ്ദേഹം പറയുന്ന അക്കാരണം കൊണ്ടല്ല മതത്തിനകത്ത് നിന്ന് ആളുകളുടെ കൊഴിഞ്ഞുപോക്ക് ഉണ്ടാവുന്നത്, അതുകൊണ്ടല്ല ആളുകൾ മതനിഷേധത്തിലേക്ക് പോകുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു നിരീക്ഷണം. അദ്ദേഹത്തിന് വ്യത്യസ്തമായിട്ടുള്ള നിരീക്ഷണമുണ്ട്. പക്ഷെ നമ്മൾ പറയുന്നു കേരളത്തിന്റെ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും ഒരു കാലഘട്ടത്തിൽ മതത്തിന്റെ ഭീകരമായിട്ടുള്ള പ്രചാരകരും പ്രബോധകരുമായി നടന്നിരുന്നവർ ഇതര മതസ്ഥരെ ഒക്കെ വെല്ലുവിളിച്ച് വേദിയിൽ കൊണ്ടുവന്നിരുന്ന് അവരുടെ മതവും അവരുടെ മതഗ്രന്ഥവും വെച്ച് ഇസ്ലാമിനെ താരതമ്യം ചെയ്ത് പഠിപ്പിച്ച് ഇതെല്ലാത്തിന്റെ മുകളിലാണ് എന്ന് കയറ്റിവെക്കാൻ ശ്രമിച്ചിരുന്ന ആളുകളൊക്കെ ഇപ്പോൾ മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ അവർ പലരും അവരുടെ ദഴവ കച്ചവടം പൂട്ടിക്കെട്ടിയ അവസ്ഥയിലാണ്. ഉദാഹരണത്തിന് എം അക്ബറും നിച്ച് ഓഫ് ട്രൂത്ത് ഒക്കെ പരിപാടി കളം വിട്ടു. പിന്നെ നമ്മൾ കളം വിട്ടു എന്ന് പറയുമ്പോൾ 2 ദിവസം ഒരു പിടയ്ക്കാൻ വേണ്ടി അവിടെ ഇവിടെയൊക്കെ ഒരു ചെറിയ തട്ടിക്കൂട്ട് സ്റ്റേജ് പരിപാടി വെക്കും. ഒരു പരിപാടി മണ്ണാർക്കാടൊക്കെ വെച്ചിരുന്നു. ആ പരിപാടി നടത്താതിരിക്കലായിരുന്നു ഭേദമെന്ന് പിന്നീട് അതിന്റെ സംഘാടകർക്ക് തന്നെ തോന്നിയെന്നാണ് പിന്നെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം അവിടെ മണ്ണാർക്കാട് വെക്കുന്നതിന്റെ ഊന്നൽ ഞാനായിരുന്നു, ഒരു ഉന്നം. പക്ഷെ അവിടെ മണ്ണാർക്കാട് അവർ വിശദീകരിച്ച വിഷയങ്ങൾ കൃത്യമായി നമ്മൾ 2-3 വീഡിയോകളിൽ തന്നെ ചെയ്തു. അത് കൂടുതൽ ആളുകൾക്ക് ആശയക്കുഴപ്പമുണ്ടാക്കാൻ മാത്രമേ കാരണമാവുള്ളൂ. അപ്പൊ എന്താണെന്ന് വെച്ചാൽ വിശ്വാസികൾ അവരോട് നേർക്കുനേർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പോലും വസ്തുനിഷ്ഠമായ മറുപടി പറയാനോ തൃപ്തികരമായ മറുപടി കൊടുക്കാനോ മതപണ്ഡിതന്മാർക്ക് കഴിയുന്നില്ല. ഞാൻ മനസ്സിലാക്കുന്നത് മതപണ്ഡിതന്മാരുടെ പോരായ്മയോ അവർക്ക് മതഗ്രന്ഥങ്ങളിൽ അറിവില്ലായ്മയോ കൊണ്ടല്ല, അത് ആ മതഗ്രന്ഥത്തിന്റെ പോരായ്മയാണ്. ആ മതഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചിട്ടുള്ള വസ്തുതകളുടെ പോരായ്മയാണ്. അപ്പൊ വസ്തുനിഷ്ഠമായിട്ട് മറുപടി കൊടുക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഉള്ള സത്യം അതുപോലെ പുറത്തിയാണ്. ആ സത്യം പലപ്പോഴും ആധുനിക ലോകത്ത് ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന സാധാരണ മനുഷ്യന് അല്ലെങ്കിൽ വിവരവും വിദ്യാഭ്യാസമുള്ള പുതിയ തലമുറയിലെ കുട്ടികൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതായിരിക്കും. ഇപ്പൊ സ്ത്രീകളുമായി ബന്ധപ്പെട്ട സാമൂഹ്യ നിയമങ്ങളുടെ കാര്യം, ഇതര മതസ്ഥരുമായിട്ട് അല്ലെങ്കിൽ വിശ്വാസ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട സഹിഷ്ണുതയുമായി ബന്ധപ്പെട്ട കാര്യം, ഒരു വ്യക്തിയുടെ വിശ്വാസ സ്വാതന്ത്ര്യവും അവരുടെ സാമൂഹ്യ ജീവിതത്തിൽ ഇടപെടലുമായിട്ട് ബന്ധപ്പെട്ട കാര്യം, സ്ത്രീകളുടെ സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇസ്ലാമിലെ അടിമത്ത വ്യവസ്ഥ, ഇസ്ലാമിലെ യുദ്ധങ്ങൾ, മുഹമ്മദ് നബിയുടെ സദാചാര ജീവിതം, മുഹമ്മദ് നബിയുടെ മാതൃക, ഇങ്ങനെ തുടങ്ങി ഇസ്ലാമിൽ സാമൂഹികവും രാഷ്ട്രീയവുമായിട്ട് ഇസ്ലാം എഴുതി വെച്ചിട്ടുള്ള നിയമങ്ങളും പ്രവാചകന്റെ ചര്യയും ഇതൊക്കെ കൂടി ഒരു വിശകലനത്തിന് വിധേയമാക്കുമ്പോൾ ഒരു വിശ്വാസിക്ക് ഇത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അപ്പൊ ഇത് ഇങ്ങനെയൊന്നും ആയിരിക്കരുതേ, ഞങ്ങളെ നബി ഇങ്ങനെയൊന്നും ആവരുതേ എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് ഓരോ വിശ്വാസിയും. ഇപ്പൊ ഉദാഹരണത്തിന് അടിമത്തത്തെ കുറിച്ച് ഒരു ചോദ്യം ഒരു സദസ്സിൽ നിന്ന് ഒരാളോട് ചോദിക്കുകയാണ്. അടിമ സ്ത്രീകളെ ശാരീരികമായിട്ട് ഉപയോഗിക്കാം എന്നൊരു അനുവാദം ഇസ്ലാമിൽ ഉണ്ട് എന്ന് നിരീശ്വരവാദികൾ ആരോപിക്കുന്നു. എന്താണ് അതിലുള്ള നിങ്ങളുടെ അഭിപ്രായം? എന്താണ് അതിന് മറുപടി പറയാ എന്നൊരു വിശ്വാസി ചോദിക്കുമ്പോൾ ഒരു മതപണ്ഡിതൻ എഴുന്നേറ്റ് നിന്നിട്ട് വസ്തുനിഷ്ഠമായിട്ട് മറുപടി പറയാണ്. അതിനിപ്പോ എന്താ കുഴപ്പം? റഹ്മത്തുള്ളാഹി ഖാസിമി ഉസ്താദ് ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും കേൾക്കുമെങ്കിൽ ആലോചിക്കാം. ഇത് കേൾക്കുന്ന ഒരു യുവാവിന്റെ, ഒരു മനുഷ്യന്റെ ചിന്തയിൽ എന്താണ് ഇസ്ലാമിനെ കുറിച്ചുള്ള ധാരണ ഉണ്ടാവുക? അറ്റ്ലീസ്റ്റ് അത് തെറ്റാണെന്നോ അങ്ങനെ ഒരു സംഭവം ഇസ്ലാമിൽ ഇല്ല എന്നോ അങ്ങനെ ഒരു സംഭവം ഇസ്ലാം അനുവദിക്കില്ല എന്നോ പറയുന്നത് കേൾക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ചോദ്യം ചോദിക്കുന്ന വ്യക്തിയോട് ഉസ്താദ് വസ്തുനിഷ്ഠമായിട്ട് ചോദിക്കുകയാണ്, അതിനെന്താ കുഴപ്പം? അപ്പൊ ഈ പ്രശ്നം കേരളത്തിൽ നമുക്ക് പ്രകടമായിട്ടുണ്ട്. മത സമൂഹങ്ങൾക്ക് അകത്ത് ഉലമാക്കൾക്കും ഉമറാക്കൾക്കും കൃത്യമായിട്ടുള്ള ധാരണയുണ്ട്. ഓരോ പള്ളി മഹല്ലിലും ഓരോ കുടുംബത്തിലും തറവാട്ടിലും ഈ പ്രശ്നങ്ങൾ സജീവമായിട്ട് പരിഗണനയിലുണ്ട്. ഇതിനെ പ്രതിരോധിക്കാനുള്ള തീവ്രമായിട്ടുള്ള പരിശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇങ്ങനെ ചോദ്യം ചോദിക്കുന്ന കുട്ടികൾക്ക് മറുപടി പറയാൻ വേണ്ടി പ്രത്യേകം ഉസ്താദുമാർക്ക് പരിശീലനം കൊടുക്കുന്നുണ്ട്. എന്ന് പോരാഞ്ഞിട്ട് മതത്തെക്കുറിച്ച് സംശയം ജനിക്കുന്നത് ഒരു മാനസിക പ്രശ്നമായി പരിഗണിച്ച് കൗൺസിലിംഗ് കൊടുക്കുന്നതിന് പ്രത്യേക സംവിധാനങ്ങൾ മഹല്ലുകളിലും അതേപോലെ തന്നെ മതസംഘടനകൾ പൊതുവിലും നടപ്പാക്കുന്നുണ്ട്. അത്തരം കൗൺസിലിംഗിന് പ്രത്യേകമായിട്ട് പരിശീലനം നേടിയിട്ടുള്ള ഇസ്ലാമിക് സൈക്കോളജിസ്റ്റുകൾ രംഗത്തുണ്ട്. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമായി നിൽക്കുന്ന പല ദാഴിമാരും, അഭിനവ ദാഴിമാർ പോലും വിശ്വാസം നഷ്ടപ്പെടുന്ന ആളുകളെ കൗൺസിൽ ചെയ്യാൻ വേണ്ടി പലയിടത്തായിട്ട് മീറ്റ് ചെയ്യുന്നതായിട്ട് നമ്മൾ ചെറുതും വലുതുമായിട്ടുള്ള നിരവധി പ്രബോധകരെ രക്ഷിതാക്കൾ സമീപിക്കുന്നതായിട്ട്, എൻ്റെ മോന് വിശ്വാസം കുറവാണ്, അപ്പോൾ നിങ്ങൾ പറഞ്ഞ് ശരിയാക്കണം എന്ന് പറഞ്ഞിട്ട് ആളുകളെ സമീപിക്കുന്നതായിട്ടൊക്കെ നമുക്ക് അറിവുണ്ട്. അപ്പൊ അതൊരു പ്രശ്നമാണ്. ആ പ്രശ്നം റഹ്മത്തുള്ളാഹി ഖാസിമി അദ്ദേഹം അറിയാതെ അദ്ദേഹത്തിന്റെ അകത്ത് നിന്ന് തികട്ടി വന്നതാണ്. അപ്പൊ അതുകൊണ്ടൊന്നല്ല, പിന്നെ എന്തുകൊണ്ടാണ്? ഉസ്താദിന്റെ നിരീക്ഷണം നമുക്ക് കേൾക്കാം. എന്തുകൊണ്ട് നിരീശ്വരവാദ പ്രചാരണം നിരോധിച്ച രാജ്യങ്ങളിൽ പോലും നിരീശ്വരവാദത്തിന്റെ സ്വാധീനം അധികരിക്കുന്നതായി പഠനങ്ങൾ കണ്ടിട്ടുണ്ട്. 2019 BBC പുറത്തിറക്കിയ ഒരു പഠന റിപ്പോർട്ടിൽ പറയുന്നത്
അറബ് രാജ്യങ്ങളിൽ അഥവാ മുസ്ലിം രാജ്യങ്ങളിൽ 8%-യും 13%-യും ഇടയിൽ നിരീശ്വരവാദികൾക്ക് ആധിക്യം വളർച്ച ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇത് സത്യമാണ്. പക്ഷേ ഇത് നിരീശ്വരവാദികളുടെ പ്രചാരണം കൊണ്ടാണ് സംഭവിച്ചത് എന്നുള്ളത് 100% തെറ്റാണ്. എന്തുകൊണ്ട്? നിരീശ്വരവാദ പ്രചാരണം 100% നിരോധിച്ച രാജ്യങ്ങളാണത്. പിന്നെ പ്രചാരണം കൊണ്ട് ആളുകൾ നിരീശ്വരവാദിയായി എങ്ങനെ മനസ്സിലാക്കാൻ കഴിയുക? ഇത് വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അദ്ദേഹം പറയുന്നത് ഈ നിരീശ്വര ചിന്ത പ്രചരിപ്പിക്കാൻ സ്വാതന്ത്ര്യമില്ലാത്തിടത്ത് പോലും നിരീശ്വര ചിന്ത ഉണ്ടാകുന്നുണ്ട്. ഇസ്ലാമിനെതിരെയുള്ള വിമർശനം പോലും നിഷിദ്ധമാക്കിയ സ്ഥലങ്ങളിൽ നിരീശ്വരവാദ പ്രചാരണം മരണശിക്ഷ വരെ ലഭിക്കാവുന്ന കുറ്റമായി കണക്കാക്കപ്പെടുന്ന ഇസ്ലാമിക രാജ്യങ്ങളിൽ പോലും 8 മുതൽ 13% വരെ അറബിക് മുസ്ലിങ്ങൾ, ഇസ്ലാമിക രാജ്യങ്ങളിൽ ജീവിക്കുന്ന അറബ് മുസ്ലിങ്ങൾ, ഇദ്ദേഹത്തിന്റെ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഉത്തരവാദിത്തം അദ്ദേഹത്തിന് മാത്രമാണ്. അദ്ദേഹം പറഞ്ഞ ഡാറ്റ, അദ്ദേഹത്തിന്റെ കണക്കിന് ഉത്തരവാദിത്തം അദ്ദേഹത്തിന് മാത്രമാണ്. ഞാൻ പറയുന്നത് അതിന്റെ അക്യൂറസിയെ കുറിച്ചല്ല, അദ്ദേഹം പറയുന്ന ആശയത്തെക്കുറിച്ചാണ്. അപ്പൊ ഈ കണക്കിൽ മുസ്ലിം സമൂഹങ്ങൾക്കകത്ത് ഇസ്ലാമിക നിയമം നിലനിൽക്കുന്ന നാടുകളിൽ പോലും 10, 15, 20% ആളുകൾ മതവിശ്വാസത്തിൽ നിന്ന്, ഈശ്വര വിശ്വാസത്തിൽ നിന്ന് അല്ലെങ്കിൽ ദൈവവിശ്വാസത്തിൽ നിന്ന് മുർത്തദായി പുറത്തു പോകുന്നു എങ്കിൽ അത് അവിടെ നിരീശ്വര പ്രചാരണം കൊണ്ടാവണം എന്ന് നമ്മൾ വിചാരിക്കേണ്ടതില്ല. അതൊരു വസ്തുതാപരമായിട്ടുള്ള കാര്യമാണ്. അതേ സമയത്ത് അതിന്റെ കാരണം എന്താണ് എന്ന് ഇദ്ദേഹം തെറ്റായ ഒരു നിലപാടിലേക്ക് പോവുകയാണ്. എന്തുകൊണ്ടാണ്? അപ്പൊ നമ്മളൊക്കെ പറയുന്നത് ഒരാൾ വിമർശിച്ചത് കൊണ്ടോ മറ്റൊരാളുടെ വിമർശനം കേട്ടത് കൊണ്ടൊന്നും അല്ല ഒരാൾക്ക് വിശ്വാസം പോകുന്നത്. പിന്നെയോ ഒരു വ്യക്തിക്ക് സ്വയം അയാളുടെ ചിന്തയിൽ, അയാളുടെ അറിവിൽ, അദ്ദേഹത്തിന്റെ ആലോചനകളിൽ, അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളിൽ ഒക്കെ ഉണ്ടാകുന്ന മാറ്റത്തിനനുസരിച്ച് അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ടാകുന്ന ബോധ്യങ്ങളിൽ വരുന്ന മാറ്റമാണ് ഒരാളെ മതത്തിൽ നിന്ന് പുറത്തു കൊണ്ടുപോകുന്നത്. ആ മതത്തിൽ എങ്ങനെ നിൽക്കണമെന്നോ, ആ മതത്തിൽ വ്യത്യസ്ത രീതിയിൽ ആശയധാരകളിൽ നിൽക്കുന്നതും, ആ മതത്തിന്റെ ഏതെങ്കിലും ഒരു പ്രത്യയശാസ്ത്ര വേലിക്കെട്ടുകളൊക്കെ ഭേദിച്ചുകൊണ്ട് പൊതുവിൽ മതത്തിൽ നിന്ന് പുറത്തു കിടക്കുന്നതോ ഒക്കെ ഓരോ മനുഷ്യന്റെയും ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ സംഭവിക്കുന്നതാണ്. കേവലം ഒരു വിശ്വാസി ഇപ്പൊ നമ്മൾ വിമർശനം നടത്തി അതുകൊണ്ട് ആളുകളുടെ ഈമാൻ പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നേ ഇല്ല. നമ്മൾക്ക് എപ്പോഴും പറയാറുള്ളത് പണ്ഡിതന്മാരുടെ ഭാഗത്തുനിന്ന് പക്ഷെ അതിന് വലിയൊരു കോൺട്രിബ്യൂഷൻ ഉണ്ട്. നമ്മളൊക്കെ ചെയ്യുന്നത് ഇത്തരം ചിന്തകളെ, വായനകളെ, ഒരു അറിവ് അന്വേഷിക്കലിനെ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ്. പഠനത്തെ പ്രോത്സാഹിപ്പിക്കുക, വായനയെ പ്രോത്സാഹിപ്പിക്കുക. അന്ധമായിട്ട് ഇതിങ്ങനെ ആചരിച്ചു പോകാതെ ഇതൊക്കെ എന്താ നടക്കും ഖുർആൻ എടുത്ത് വായിച്ച് മറിച്ചു നോക്കണം, ഹദീസ് വായിച്ചു നോക്കണം, ഫിഖ്ഹി നിയമങ്ങൾ അനുധാവനം ചെയ്യുമ്പോൾ അതിനകത്ത് ഉള്ളടക്കം എന്താണ് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം എന്ന് തുടങ്ങിയിട്ടുള്ള ഒരു പ്രചോദനമാണ് നമ്മൾ കൊടുക്കുന്നത്. അതുവഴി ആളുകളിൽ എത്തിപ്പെടുന്ന ഒരു ബോധ്യമാണ് അയാൾ മതത്തിനകത്താണോ പുറത്താണോ എന്ന തീരുമാനത്തിലേക്ക് അയാളെ കൊണ്ട് എത്തിക്കുന്നത് എന്നുള്ളത് വസ്തുതാപരമായിട്ടുള്ള കാര്യമാണ്. അതിന് അദ്ദേഹം പറഞ്ഞ ഉദാഹരണം വളരെ കറക്റ്റാണ്. കാരണം നിരീശ്വരവാദം പ്രചരിപ്പിച്ചിട്ട് അത് കേട്ടിട്ട് ആൾക്കാർ ദീൻ വിട്ടു പോകുന്നു എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. അതിന് പകരം അവിടെയും സംഭവിക്കാൻ സാധ്യതയുള്ളത് അവരുടെ അറിവും അവരുടെ ആധുനിക കാലഘട്ടത്തിന് സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവർ ആചരിക്കുന്ന കാര്യങ്ങൾ അവർ അനലൈസ് ചെയ്യുന്നു. അവർ വിശ്വസിക്കുന്ന വിശ്വാസത്തെ അവർ ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കുന്നു. ചരിത്രം വസ്തുതയുമായിട്ട് തട്ടിച്ചു നോക്കുന്നു. ഈ തരം കാര്യങ്ങൾ വരുമ്പോൾ അവർക്ക് സ്വമേധയാ ബോധ്യപ്പെടുന്നതാണ്. അതുവഴി ഇതൊക്കെ കഥയാണെന്നും ഇതൊക്കെ കെട്ടുകഥയാണെന്നും ആളുകൾ ബോധ്യപ്പെടുകയും പലരും മതം ഉപേക്ഷിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് വസ്തുത. അത് ഉസ്താദ് പറഞ്ഞത് ശരിയുമാണ്. അതേസമയം ദരിദ്ര രാജ്യങ്ങൾ, അത് മുസ്ലിം രാജ്യമാണെങ്കിലും ഹൈന്ദവ രാജ്യങ്ങളാണെങ്കിലും ക്രൈസ്തവ രാജ്യങ്ങളാണ്. അതിന് എക്സാമ്പിൾ എത്യോപ്യ 70% ക്രിസ്തീയ ദരിദ്രർ ജീവിക്കുന്ന രാജ്യമാണ്. നിരീശ്വരവാദത്തിന്റെ സ്വാധീനം വളരെ കുറവാണ്. മൗറിത്താനിയ, സെനഗൽ, മാലി, മൗറിത്താനിയ ആഫ്രിക്കൻ രാജ്യങ്ങളാണ്, ദരിദ്ര മുസ്ലിം രാജ്യങ്ങളാണ്. നിരീശ്വരവാദത്തിന്റെ സ്വാധീനം വളരെ കുറവാണ്. ഇപ്പൊ നേപ്പാൾ ഒരു ഹിന്ദു രാജ്യമാണ്, നിരീശ്വരവാദത്തിന്റെ സ്വാധീനം ഇന്ത്യയേക്കാൾ കുറവാണ്. ഭൂട്ടാൻ ഒരു ബുദ്ധമത സ്വാധീനം കൂടുതലുള്ള രാജ്യമാണ്. 80% ബുദ്ധമത വിശ്വാസികളുടെ രാജ്യം ഭൂട്ടാൻ. ലോകത്ത് മറ്റേത് രാജ്യങ്ങളെയും അപേക്ഷിച്ച് നിരീശ്വരവാദ സ്വാധീനം വളരെ കുറവാണ്. സോമാലിയ, സുഡാൻ ഒരു ദരിദ്ര രാജ്യമാണ്, മുസ്ലിം ഐഡന്റിറ്റി പേറുന്ന ഒരു രാജ്യമാണ്, വളരെ ദരിദ്ര രാജ്യമാണ്. നിരീശ്വരവാദികളുടെ എണ്ണവും ശതമാനവും വളരെ കുറവാണ്. അതേ സമയത്ത് അറബ് മുസ്ലിങ്ങൾ സമ്പന്ന മുസ്ലിം രാജ്യങ്ങളാണ്, നിരീശ്വരവാദികളെ വളർച്ചാ നിരക്ക് വളരെ കൂടുതലാണ്. എന്താ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്? യെസ്, എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഇവിടെയാണ് അദ്ദേഹം പറയുന്ന അഭിപ്രായത്തിൽ വ്യത്യസ്തമായിട്ടുള്ള നിലപാടുള്ളത്. അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ ഒരു അഭിപ്രായ വ്യത്യാസമുള്ളത്. അപ്പൊ ദാരിദ്ര്യവുമായിട്ട് അല്ലെങ്കിൽ സമ്പത്തുമായിട്ട് ഇതിനെ അദ്ദേഹം താരതമ്യം ചെയ്യുകയും സമ്പന്ന രാഷ്ട്രങ്ങളിൽ സാമ്പത്തികമായിട്ടുള്ള പുരോഗതി കൈവരിക്കുമ്പോൾ ഇസ്ലാം മത വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് സമർത്ഥിക്കുകയും ദാരിദ്ര്യത്തിൽ ജീവിക്കുമ്പോൾ അല്ലെങ്കിൽ ദരിദ്ര രാഷ്ട്രങ്ങളിൽ സാമ്പത്തികമായിട്ടുള്ള പുരോഗതി, സാമൂഹ്യ സുരക്ഷാ സംവിധാനങ്ങളുടെ അപര്യാപ്തത, ഇതൊക്കെയുള്ള സമൂഹങ്ങളിൽ ദൈവവിശ്വാസം അല്ലെങ്കിൽ ദൈവവിശ്വാസം നിലനിൽക്കുകയും
നിരീശ്വരവാദത്തിന്റെ സ്വാധീനം ഇല്ലാതിരിക്കുകയും ചെയ്യുന്നു. ഇതാണ് അദ്ദേഹത്തിന്റെ കണ്ടെത്തൽ. അദ്ദേഹം പറഞ്ഞ ഉദാഹരണങ്ങളൊക്കെ കറക്റ്റാണ്. പക്ഷെ അതിന്റെ കാരണം അദ്ദേഹം പറയുന്നത് എന്താണെന്ന് നോക്കൂ. ഇദ്ദേഹം പറയുന്ന കാരണം, സാമ്പത്തികമായ അവസ്ഥ കൈവരുമ്പോൾ ഭൗതികമായ ആവശ്യങ്ങൾ കൂടുതലായിട്ട് വരും, കൗതുകം ജനിക്കും. അപ്പോ ഈ പറഞ്ഞ നമ്മുടെ നാട്ടിൽ ഇപ്പൊ പറഞ്ഞു കേൾക്കുന്ന ഈ എന്ത് കൾച്ചറാണ്, ആഘോഷിക്കുന്നതായിട്ടുള്ള ഒരു കൾച്ചർ, സംസ്കാരം, സെലിബ്രേഷൻ കൾച്ചർ അവിടെ ആളുകളിൽ ഉണ്ടാകും. അങ്ങനെ അവർ ഭൗതികമായ ആസക്തികൾ തേടി പോകും, അവർ കൗതുകം തേടി പോകും. അപ്പോൾ അതിന് തടസ്സമായി നിൽക്കുന്നു എന്നതുകൊണ്ട് ഇസ്ലാം ഉപേക്ഷിക്കുന്നതാണ് ഇദ്ദേഹത്തിന്റെ നിരീക്ഷണം. അതൊരു തെറ്റായ നിരീക്ഷണമാണ്. ഞാൻ അതിലേക്ക് വരാം, അദ്ദേഹത്തിന്റെ അഭിപ്രായം കേൾക്കാം. ഇതിന് അടിസ്ഥാന കാരണം ഭൗതികതയും അതിനോടുള്ള ആസക്തിയും സമൂഹത്തിൽ വർദ്ധിക്കുമ്പോൾ മൂല്യങ്ങളെ നിരാകരിക്കാനും നിയമങ്ങളെ മറികടക്കാനും മനുഷ്യന് ഒരു തരം ത്വര വരും. കാരണം അനുശാസനങ്ങളിലും മതത്തിന്റെ അനുശാസനങ്ങളിലും നിയമങ്ങളിലുമൊക്കെ കൃത്യമായി നിലനിന്നുകൊണ്ട് ഈ സമ്പന്ന വർഗത്തിന് അവരുടെ ചോയ്സുകൾ മുഴുവൻ പുറത്തെടുക്കാൻ കഴിയൂല. ഒരുത്തൻ മതം സ്വീകരിക്കുന്നവനാണെങ്കിൽ ദരിദ്രനായാലും ധനാഢ്യനായാലും അവന്റെ ആസ്വാദനം ഒന്നായിരിക്കും. പക്ഷെ നോക്കൂ, ഇവിടെ ഇദ്ദേഹം തന്നെ പറഞ്ഞു അവസാനിപ്പിച്ച ഒരു കാര്യം, ഒരാൾ ദരിദ്രനാണെങ്കിലും ധനികനാണെങ്കിലും വിശ്വാസിയാണെങ്കിൽ അവന്റെ ആസ്വാദനം തുല്യമായിരിക്കും. അപ്പൊ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അയാളുടെ കയ്യിൽ ധനം കൈവന്നു എന്നതുകൊണ്ട് അദ്ദേഹം ആസ്വാദനത്തിന്റെ പരിധി വിട്ടു പോലെ ഇദ്ദേഹം പറഞ്ഞ ആ ഒരു ഉദാഹരണം അദ്ദേഹം തന്നെ അവിടെ കൗണ്ടർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇദ്ദേഹം പറയുന്നത്, സമ്പന്നർ സമ്പത്ത് കൈവരുമ്പോൾ ആളുകൾക്ക് അവരുടെ ഭൗതികമായിട്ടുള്ള ആസക്തി, അവരുടെ അനുഭൂതി തേടിയുള്ള നെട്ടോട്ടത്തിനിടയിൽ മത നിയമങ്ങൾ പാലിക്കാൻ കഴിയില്ല. മത നിയമങ്ങൾ പാലിച്ചാൽ അനുഭൂതികളും ആസ്വാദനത്തിനും തടസ്സമായി നിൽക്കും. അതുകൊണ്ട് അവർ മതം ഉപേക്ഷിക്കും എന്നാണ്. ഇതൊരു തെറ്റായ വാദമാണ്. ഇങ്ങനെയല്ല സംഭവിക്കുന്നത്. എന്തുകൊണ്ട്? ഒരാളുടെ വിശ്വാസം നിലനിൽക്കുന്നു എങ്കിൽ, ഒരാൾ വിശ്വാസിയായിരിക്കെ, അയാൾ ഒരു വിശ്വാസിയാണെങ്കിൽ അയാൾ സമ്പന്നനായാലും ധനികനായാലും ദരിദ്രനായാലും അയാൾക്ക് പ്രത്യേകിച്ച് അവരുടെ ആസ്വാദനത്തിൽ ഭൗതികാസക്തിയിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല എന്ന് പറയും. അതേ സമയത്ത് ഇദ്ദേഹം നേരത്തെ പറഞ്ഞ കണക്കനുസരിച്ച് ദരിദ്ര രാഷ്ട്രങ്ങളിൽ, അത് ഹിന്ദു ആകട്ടെ, മുസ്ലിം ആകട്ടെ, ക്രിസ്ത്യൻ ആവട്ടെ, അവിടെ ആളുകളിൽ നിരീശ്വര ചിന്ത തുലം കുറവാണ്, താരതമ്യേന കുറവാണ്. സാമ്പത്തിക ശേഷി കൂടുതലുള്ള, സമ്പത്ത് കൈവരുന്ന ധനാഢ്യന്മാർ ആയിട്ട് ഉള്ള സമൂഹങ്ങളിൽ അവരുടെ നിരീശ്വര ചിന്ത പ്രചരിപ്പിക്കൽ നിയമവിരുദ്ധമാണെങ്കിൽ പോലും അവിടെ നിരീശ്വരവാദികളുടെ എണ്ണം കൂടുന്നു. ഇത് വിശ്വാസത്തിന്റെ ഭാഗമായിട്ടല്ല നമ്മൾ ഇതിനെ കാണുന്നത്, ഇത് ഗതികേടിന്റെ കാരണമായിട്ടുണ്ട്. അപ്പൊ ആളുകൾ പ്രശ്നത്തിൽ അകപ്പെടുമ്പോൾ ആ പ്രശ്നത്തിൽ നിന്ന് മോചനം എന്ന രീതിയിൽ ഒരു ചൂഷക സംവിധാനമായിട്ടാണ് മതസംവിധാനങ്ങൾ പലയിടത്തും പ്രവർത്തിക്കുന്നത്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ ഇവിടുത്തെ പൗരോഹിത്യ മതം എങ്ങനെയാ പ്രവർത്തിക്കുന്നത്? ആളുകളുടെ പ്രശ്നങ്ങൾ, അവരുടെ ദുരിതം, അവരുടെ ഭയം, മരണഭയം, സ്വർഗത്തിൽ കടക്കുമോ എന്നുള്ള പേടി, രോഗം, ദാരിദ്ര്യം, കടം, മക്കളുടെ കല്യാണം കഴിഞ്ഞവർക്ക് കുട്ടികളില്ലാത്ത വിഷമം, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള മനുഷ്യന്റെ ചെറുതും വലുതുമായിട്ടുള്ള വ്യതകളെ ദൈവിക മാർഗത്തിൽ പരിഹരിച്ചു കൊടുക്കാമെന്ന ഒരു മിഥ്യാബോധം കൊടുത്തിട്ട്, അങ്ങനെ ഒരു തെറ്റായ ആശ കൊടുത്തിട്ട് ആ സാധുക്കളെ ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ കീഴിൽ ഇങ്ങനെ ആട്ടിൻപറ്റങ്ങളെ പോലെ ചുറ്റിത്തിരിയുന്നവരാക്കി മാറ്റുക. വലിയ മേടകളിൽ, വലിയ പള്ളികളിൽ, മണിമാളികകളിൽ കുത്തിയിരുന്നിട്ട് മൊല്യാര് ഈ മഹലിൽ ദുരിതം അനുഭവിക്കുന്ന, പ്രയാസം അനുഭവിക്കുന്ന വിശ്വാസിയായിട്ടുള്ള ആളുടെ പ്രയാസത്തിന് പരിഹാരം നേടിക്കൊടുക്കാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ, ഇദ്ദേഹം ആലിമാണ്, പണ്ഡിതനാണ്, അതുകൊണ്ട് ഇദ്ദേഹത്തിന് പ്രാർത്ഥിക്കാൻ അറിയാം, അതുകൊണ്ട് ഇദ്ദേഹം ഭയങ്കര തഖ്വയുള്ള ആളായതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടും എന്ന പ്രതീതിയിൽ ഈ വലിയ മണിമാളികകളിൽ ഇരുന്നു കൊണ്ട് രോഗശമനത്തിനും ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറാനും കടം വീടാനും അസുഖം മാറാനും രോഗിയായ പിതാവിന് രോഗം ശമിപ്പിക്കാനും ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് സർജറിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആളുകളുടെ ദീർഘായുസിനും ആഫിയത്തിനും രോഗശമനത്തിനൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഈ പട്ടിണി പാവങ്ങൾ 500, 1000, 2000, 3000 കടമെടുത്തിട്ടെങ്കിലും കൊണ്ടുപോയി പള്ളിയിൽ കൊടുക്കും. എന്നിട്ട് ഇവർ പ്രാർത്ഥിക്കും. മണിമാളികകളിൽ ഇരുന്ന് AC റൂമിൽ ഇരുന്ന് ഉസ്താദ് ഉറക്കെ പ്രാർത്ഥിക്കും. വിശ്വാസികൾ കൈനീട്ടി ആമീൻ പറയും. അപ്പൊ ഈ കെടുതികൾ, പ്രയാസം, പട്ടിണി, പ്രശ്നം, പരിവട്ടം, ഇതിനിടയിൽ അതിനുള്ള പരിഹാരമായി ദൈവികമായ പരിഹാരമുണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മനുഷ്യരെ അവരുടെ ചിന്തയ്ക്കോ, ഇപ്പൊ ഈ ചിന്തയും ബാക്കി കാര്യങ്ങളും തിയോളജിക്കൽ ആയിട്ടുള്ള ഡിബേറ്റും ഡിസ്കഷനും അതുപോലെ തന്നെ ഈ തരത്തിൽ റാഷണൽ തിങ്കിങ് ഒക്കെ വർക്ക് ചെയ്യണമെങ്കിൽ ആദ്യം മനുഷ്യന്റെ ദുരിതത്തിന് അറുതി വേണം. അപ്പൊ ദുരിതത്തിന് അറുതിയില്ലാത്ത മനുഷ്യരെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിച്ച് ആട്ടിൻപറ്റങ്ങളെ പോലെ അവരെ ചൂഷണം ചെയ്ത് അവരിൽ നിന്ന് ഊറ്റിക്കുടിച്ച് വീർത്തു നിൽക്കുന്ന മതസംവിധാനങ്ങളിലാണ് ഈ ദരിദ്ര രാഷ്ട്രങ്ങളിൽ മതസമൂഹങ്ങൾ കെട്ടുറപ്പോടെ നിൽക്കുന്നത്.
അവർക്ക് വ്യക്തിപരമായിട്ട് സാമൂഹിക സുരക്ഷാ സംവിധാനങ്ങളില്ലാത്ത, ഗവൺമെന്റ് സംവിധാനങ്ങൾ അപര്യാപ്തമായ, വ്യക്തിപരമായിട്ട് പരിഹാരം കാണാൻ ബുദ്ധിമുട്ടുള്ള പ്രയാസങ്ങളെ, പ്രശ്നങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ട് അവരുടെ വേദനയെ, അവരുടെ പട്ടിണിയെ, അവരുടെ രോഗത്തെ, അവരുടെ ഭയത്തെ ഇതൊക്കെ ചൂഷണം ചെയ്തുകൊണ്ടാണ് മതസമൂഹങ്ങൾ ഈ മനുഷ്യ സമൂഹങ്ങളെ മതത്തിനകത്ത് കെട്ടിപ്പൂട്ടിയിട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അവിടങ്ങളിൽ നിരീശ്വര ചിന്ത കുറവും മറ്റുള്ളിടത്ത്, അതായത് സാമൂഹികമായി സുരക്ഷിതത്വം ഉണ്ടാവുകയും പട്ടിണി മാറുകയും പ്രയാസങ്ങൾക്ക്, ഭൗതികമായിട്ടുള്ള പ്രയാസങ്ങൾക്ക് പരിഹാരം ഉണ്ടാവുകയും ചെയ്യുന്ന ജനത, അവർക്ക് സ്വതന്ത്രമായിട്ട് പഠിക്കാനും അറിവാർജിക്കാനും അവർക്ക് ചിന്തിക്കാനും വിശകലനം ചെയ്യാനും ആവശ്യമായിട്ടുള്ള ഖുർആൻ വായിക്കാനും ഹദീസ് വായിക്കാനും തഫ്സീർ വായിക്കാനും ഒക്കെ സമയം, ലക്ഷറി, ആ വാക്ക് അവസാന ഉസ്താദ് പറയുന്നുണ്ട്. ആ ലക്ഷറി കിട്ടുമ്പോൾ ആളുകൾക്ക് ചിന്തിക്കാൻ സമയം കിട്ടും. അപ്പൊ അവർ ചിന്തിക്കും. മറ്റത് അവരുടെ പട്ടിണിയും പ്രശ്നവും പരിഹാരവും പിന്നെ ആശുപത്രിയും ഒക്കെ ആയിട്ട് കഷ്ടപ്പെടുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് കയ്യിലുള്ള വിശ്വാസം കൊണ്ടങ്ങ് പോവാണ്. കുത്തിയിരുന്ന് വിശ്വാസത്തിന്റെ യുക്തി പരിശോധിക്കാനും ഖുർആന്റെ തഫ്സീർ വായിക്കാനും ഹദീസും തഫ്സീറും തമ്മിൽ താരതമ്യം ചെയ്തു നോക്കാനും ഫിഖ്ഹിന്റെ നിയമങ്ങളെ സാമൂഹ്യ വിശകലനം നടത്താനും ഒന്നുമുള്ള ലക്ഷറി ഇല്ലാത്ത പാവപ്പെട്ട മനുഷ്യർ, ദരിദ്രർ, അവർ ദൈവമെങ്കിൽ ദൈവം, പൗരോഹിത്യമെങ്കിൽ പൗരോഹിത്യം, മതമെങ്കിൽ മതം എന്ന ഒരാശ്രയത്തിൽ, തെറ്റായ ഒരാശ്രയത്തിൽ അഭയം തേടുന്നു. അതുകൊണ്ട് അവരിൽ നിരീശ്വര ചിന്തയില്ല. നമ്മളെ നാട്ടിൽ പോലും ഉണ്ട്, എന്റെ സുഹൃത്ത് വലയങ്ങളിൽ പോലും ഉണ്ട്. വളരെ നല്ല സുഹൃത്തുക്കളാണ്, വിശ്വാസികളാണ്. പല ആൾക്കാരും നമ്മൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ സാമൂഹികമായിട്ടോ അല്ലാതെയോ ഉള്ള മതകാര്യങ്ങളോ എന്തെങ്കിലും സംസാരത്തിന്റെ മധ്യ ഈ മതവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ചിന്ത ആവശ്യമുള്ളിടത്ത്, ഒരു വിശകലനം ആവശ്യമുള്ളിടത്തേക്ക് എത്തുമ്പോൾ അവർ പറയാറുള്ള, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, നിരവധി ആളുകൾ കേട്ടിരിക്കാൻ സാധ്യതയുള്ള ഒരു മറുപടിയാണ്, ഇതൊന്നും മിണ്ടായിരുന്നേ, അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ ആലോചിക്കാൻ പോകണ്ട, നമുക്കല്ലാതെ തന്നെ ഇഷ്ടംപോലെ പ്രശ്നങ്ങളുണ്ട്. നമ്മൾ രാവിലെ ആവുന്നു, വൈകുന്നേരം ആവുന്നു, കൂലി വാങ്ങുന്നു, വീട്ടിലത്തെ പ്രശ്നങ്ങൾ, പ്രാരാബ്ദം, അതിൻ്റെ ഇടയിൽ ഇതൊന്നും നോക്കാൻ വയ്യ. നമുക്കിപ്പോ പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ, നമുക്ക് അത് ആയിട്ട് ഓത്തും നിസ്കാരം സലാത്തും നിക്കറായിട്ട് നമുക്ക് എങ്ങനെയൊക്കെ ജീവിച്ചു പോകാം. ഇങ്ങനെ ചിന്തിക്കുന്ന മനുഷ്യർ നമ്മുടെ ഇടയിൽ ഇപ്പോഴും ഉണ്ട്. അവരൊന്നും ഈ പരിസരത്തില്ല. ജീവിത പ്രാരാബ്ദങ്ങളിലും പ്രയാസങ്ങളിലും പെട്ടുകിടക്കുന്ന ആളുകൾ ഇപ്പോഴും ഈ ലൈവ് കാണുകയോ ഇതുപോലെ സമാനമായിട്ടുള്ള ലൈവ് കാണുകയോ ഈവൻ റഹ്മത്തുള്ളാഹി ഖാസിമിയുടെ പ്രഭാഷണം കേൾക്കുകയോ ചെയ്യുന്നില്ല. അവർ നൂറെ ഹബീബിയിലും മദീനയിലേക്കുള്ള പാതയിലും അതുപോലെയുള്ള മജ്ലിസുകളിൽ ക്യാമറകളുടെ മുമ്പിൽ മൂല്യമാര് വീഡിയോ ആയിട്ട് ചെയ്യുന്ന മജ്ലിസുകൾ ഇരുന്ന് അവരുടെ അരിമ്പാറ മാറാനും അവരുടെ വെള്ളപ്പാണ്ട് മാറാനും അവരുടെ കാലിലുള്ള മുറിവുണങ്ങാനും അവരുടെ ഉമ്മയുടെ പനി മാറാനും പ്രാർത്ഥിക്കണേ ഉസ്താദെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിറകണ്ണുകളുമായിട്ട് ലൈവ് ചാറ്റിൽ കമന്റ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. കാലിൽ അരിമ്പാറ മാറാൻ പ്രാർത്ഥിക്കണേ ഉസ്താദെ, കുട്ടി പരീക്ഷയിൽ ഉന്നത വിജയം നേടാൻ പ്രാർത്ഥിക്കണേ ഉസ്താദെ, ഏതാ കിടക്കണു 150 റുപ്യ ഗൂഗിൾ പേ, 500 റുപ്യ ഗൂഗിൾ പേ. ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും ഈ അവസ്ഥയിൽ ജീവിക്കുന്ന മലയാളികൾ പോലും ഈ പ്രതലത്തിൽ എവിടെയുമില്ല. ഇവർ വിശ്വാസത്തെ വിശകലനം ചെയ്യുന്നില്ല. ഇവർ വിശ്വാസത്തിൽ ഈ ഗ്രന്ഥത്തിലുള്ളത് പരിശോധിക്കുന്നില്ല. അതിനവർക്ക് ലക്ഷറിയില്ല. അവർ പ്രശ്നത്തിലും പ്രയാസത്തിലുമാണ്. അവരെ ചൂഷണം ചെയ്ത്, അവരെ പറ്റിച്ച്, അവരെ കബളിപ്പിച്ച്, ഡയാലിസിസിന് വിധേയമാകുന്ന രോഗി ഉണ്ടെന്ന് കാണിച്ച്, ഞങ്ങളെ ഉസ്താദ് മന്ത്രിച്ചൂരിയ വെള്ളം കുടിച്ചാൽ അത് മാറുമെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ആളുകളെ കബളിപ്പിച്ച് രോഗികളെ മരണത്തിന് വിട്ടുകൊടുത്ത് ഈ പട്ടിണി പാവങ്ങളെ ഊറ്റി ജീവിക്കുന്ന മതസംഘടനകളാണ് മലബാറിന്റെ തെരുവുകളിലൊക്കെ. ഇപ്പൊ സ്വലാത്ത് നഗർ എന്ന് പറയുന്നത്, മർക്കസ് എന്ന് പറയുന്ന സ്ഥാപനം, ഇവരൊക്കെ ഊറ്റി വീർപ്പിച്ചിട്ടുള്ളത്, ഇവരൊക്കെ വീർത്ത് വലുതായിട്ടുള്ളത് പട്ടിണിപ്പാവങ്ങളുടെ പരിവട്ടത്തെ, അവരുടെ ദുരിതത്തെ, അവരുടെ ദാരിദ്ര്യത്തെ, അവരുടെ ഭയത്തെ, അവരുടെ ഭൗതികമായിട്ടുള്ള പ്രയാസങ്ങളെ ചൂഷണം ചെയ്തിട്ടാണ്. 40 കോടിക്കും 400 കോടിക്കും പള്ളി കെട്ടുന്നവൻ അവര് തറവാട്ട് സ്വത്ത് എടുത്തിട്ടല്ല. ഈ പള്ളിക്ക് കൊടുത്താൽ നാളെ സ്വർഗത്തിൽ കിട്ടും, ഇവിടെയോ ജീവിതം ഇങ്ങനെ ആയിപ്പോയി, നാളെ മരിച്ചു ചെന്നിട്ടെങ്കിലും നല്ലൊരു ജീവിതം ഉണ്ടാകുമെന്ന് ആഗ്രഹിച്ചിട്ട് പാവപ്പെട്ട മനുഷ്യർ, ദുരിതം അനുഭവിക്കുന്നവർ, കടവും കള്ളിയുമായിട്ട് ജീവിക്കുന്നവർ, പട്ടിണിയും പരിവട്ടായിട്ട് ജീവിക്കുന്നവർ, അവർ കഴുത്തിലുള്ളതും കാതിലുള്ളതും ഊരി വാങ്ങിയിട്ടാണ് നിങ്ങൾ മണിമാളികകൾ കെട്ടിപ്പൊക്കിയിട്ടുള്ളത്. അത്തരം ആളുകൾ ഇപ്പോഴും ഇതിനെയൊക്കെ വസ്തുനിഷ്ഠമായിട്ട് വിശകലനം ചെയ്യുന്ന ആ ഒരു ലക്ഷറിക്ക് പുറത്ത് ജീവിക്കുന്ന മനുഷ്യർ. അത്തരം മനുഷ്യർക്കിടയിൽ മതസ്വാധീനം കൂടുതലായിരിക്കും, മതത്തിന്റെ ആധിപത്യം കൂടുതലായിരിക്കും. പൗരോഹിത്യത്തിനും മത സംവിധാനങ്ങൾക്കും അവരെ വരുതിയിൽ നിർത്താൻ എളുപ്പമായിരിക്കും. അതേ സമയത്ത് മാന്യമായിട്ടുള്ള വിദ്യാഭ്യാസം, സാമാന്യം മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ ഉള്ളവർക്ക് അവർക്ക് പുസ്തകം വായിക്കാനുള്ള ലക്ഷറി ഉണ്ട്, അവർക്ക് അതിന് ടൈമുണ്ട്, അവർക്ക് മാനസികാവസ്ഥയുണ്ട്. അത് പരിശോധിക്കുമ്പോൾ ഇവർക്ക് ഈ കാര്യത്തിന്റെ പൊള്ളത്തരം മനസ്സിലാകും, അവർ ഈ കാര്യത്തിന് പുറത്തിറങ്ങും. ഇങ്ങനെയാണ് ഞാൻ അതിനെ മനസ്സിലാക്കുന്നത്. അതല്ലാതെ പൈസ ഉണ്ടാകുമ്പോൾ ഈ പൈസ കൊണ്ട് ഇനി എന്തെങ്കിലുമൊക്കെ കാണിക്കണല്ലോ, നമുക്ക് കള്ളുടിക്കണല്ലോ, നമുക്ക് പട്ടായ പോണല്ലോ എന്ന് പറഞ്ഞിട്ട് മതം വിടുന്നതല്ല. അത് പൈസ ഉള്ളവൻ മതത്തിലായിക്കൊണ്ടും ചെയ്യും. എത്ര ഹാജിയന്മാര് തായ്ലൻഡിലേക്ക് മാസത്തില് സിയാറത്ത് പോകുന്ന എത്ര ആൾക്കാരുണ്ട് ഇല്ലേ? തായ്ലൻഡിലേക്ക് സിയാറത്ത് പോകണമില്ലേ?
ഈ അടുത്ത കാലത്ത് ഊട്ടിയിലെ മക്കാമിലേക്ക് സിയാറത്ത് പോകുന്നു എന്ന് പറഞ്ഞിട്ട് പള്ളിക്കത്തെ ഉസ്താദുമാർ കുട്ടികളെയും കൊണ്ടുപോയ കഥ വേറൊരു ഉസ്താദ് കളിയാക്കി പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പം പലയിടത്തേക്ക് സിയാറത്തായിട്ട് പോകാലോ, ഒന്നും വേണ്ട, ഒരു ഉംറക്ക് പോയിക്കൂടെ, ഒരു ഹജ്ജിന് പോയിക്കൂടെ? ആസ്വാദനത്തിന് എവിടെയാ കുറവുള്ളത്? അതുകൊണ്ട് കയ്യിൽ പണം വരുമ്പോൾ ആസ്വദിക്കണം എന്ന് തോന്നുന്ന ആളെ സംബന്ധിച്ച് അയാൾക്ക് അയാളുടെ ദീൻ, അയാളുടെ ഈമാൻ, അയാളുടെ വിശ്വാസം അല്ലെങ്കിൽ ഒരു മുസ്ലിം എന്ന ഐഡന്റിറ്റി വലിച്ചെറിയേണ്ട യാതൊരു കാര്യവും ഇന്ന് ലോകത്ത് എവിടെയില്ല. ഒരാൾക്ക് മുസ്ലിം ആയിക്കൊണ്ട് തന്നെ ഉസ്താദ് ഉദ്ദേശിക്കുന്ന സകല ആസ്വാദനം നടത്താൻ ഒരു പ്രയാസമില്ല. കള്ളു കുടിച്ചതിന്റെ പേരിൽ പള്ളിയിൽ നിന്ന് പുറത്താക്കിയ എത്ര മുസ്ലിങ്ങൾ നിങ്ങൾക്കറിയാം? അവിഹിത ബന്ധത്തിൽ അല്ലെ പട്ടായ പോയതിനും ഊര് വിലക്കി ഏതെങ്കിലും മുസ്ലിം യുവാവിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ കേരളത്തില്? അതുകൊണ്ട് ആസ്വാദനം എന്ന് പറയുന്നതിന് മതം തടസ്സമേ അല്ല. ഒരാൾ മതം ഉപേക്ഷിക്കുന്നു എന്ന് പ്രഖ്യാപിക്കേണ്ടി വരുന്നത്, ഒരാള് മതത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് പ്രഖ്യാപിക്കുന്നത് അയാളുടെ സാമൂഹികമായിട്ടുള്ള സകല നിലനിൽപ്പും അവതാളത്തിലാക്കുന്ന ഘട്ടത്തിൽ പോലും ഒരാൾ അയാളുടെ മതനിരാസം തുറന്നു പറയുന്നത് നിങ്ങൾ പറയുന്നതിന് സമാനമായിട്ടുള്ള ഈ പറയുന്ന ആസ്വാദനത്വര കൊണ്ടല്ല. ഇപ്പൊ ഉദാഹരണത്തിന് ഇസ്ലാമിക രാജ്യമായിട്ടുള്ള സൗദി അറേബ്യയില് 10 മുതൽ 13% വരെ ആളുകൾക്ക് ഈ വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അവർക്ക് വിശ്വാസം ഉണ്ടായിരിക്കെ, വിശ്വാസത്തിലായിരിക്കെ ഈ യാത്രാ കല്യാണങ്ങൾ നടത്താനും യമനിൽ പബ്ബിൽ പോകാനും എന്തെങ്കിലും തടസ്സമുണ്ട്? അവരെന്തിനാണ് മതനിരാസം തുറന്നു പറയുന്നത്? തല പോകാൻ കാരണമായേക്കാവുന്ന കുറ്റമായിട്ട് പരിഗണിക്കപ്പെടുന്ന രാജ്യത്ത് പോലും അവരവരുടെ മതനിരാസം രഹസ്യമായിട്ടുള്ള സർവേകളിൽ പോലും പ്രകടിപ്പിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? അത് ജെനുവിൻ ആയിട്ടുള്ള ബോധ്യമാണ്. അത് മനസ്സിലാക്കുകയാണ് റഹ്മത്ത് അൽ കാസിമി ചെയ്യേണ്ടത് എന്നാണ് എന്റെ ആ വിഷയത്തിലുള്ള അഭിപ്രായം. ഇനി നമുക്ക് ബാക്കി ഉസ്താദിന്റെ കേൾക്കാം. അധികരിക്കുക, ഭൗതികതക്ക് സൗകര്യങ്ങളിൽ കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാവുക, അങ്ങനെയൊക്കെ വരുമ്പോൾ മനുഷ്യന് കൗതുകങ്ങൾ അധികരിക്കും, ആസ്വാദനത്വര അധികരിക്കും. പുതിയ ആസ്വാദനങ്ങളെ ആശ്രയിക്കണമെങ്കിൽ, അതിനെ അവലംബിക്കണമെങ്കിൽ മതത്തിന്റെ അനുശാസനങ്ങളെ കാറ്റിൽ പറത്തേണ്ടി വരും. ആദ്യം അനുശാസനങ്ങളെ കാറ്റിൽ പറത്തും. അപ്പോൾ അവന്റെ മനസാക്ഷി അവനെ മെല്ലെ കുറ്റപ്പെടുത്തും. അപ്പോൾ പിന്നെ അവൻ മതത്തെ തന്നെ നിസ്സാരവൽക്കരിക്കും. എന്ത് മതം? വെറുതെ പണ്ഡിതന്മാരും പുരോഹിതന്മാരും മുസ്ലിയാക്കന്മാരും പറഞ്ഞുണ്ടാക്കുന്നതല്ലേ നിയമൊക്കെ എന്ന് പറയും. കുറച്ചു കഴിയുമ്പോൾ മതത്തിന് അതൊക്കെ അനാവശ്യം എന്ന് പറയും. പിന്നെ അവൻ ദൈവത്തെ നിരാകരിക്കും. എന്താ അടിസ്ഥാന കാരണം? സൗകര്യങ്ങൾ, സമ്പന്നത. വളരെ തെറ്റായിട്ടുള്ള ഒരു നിരീക്ഷണമാണ്. വളരെ വസ്തുതാവിരുദ്ധമായ നിരീക്ഷണമാണ്. യുക്തിക്ക് നിരക്കാത്ത നിരീക്ഷണമാണ് ഇപ്പൊ ഇവിടെ റഹ്മത്ത് അൽ കാസിമി നടത്തിയിട്ടുള്ളത്. അതായത് ദൈവവിശ്വാസമുണ്ട് എന്ന ഒരാൾക്ക്, ദൈവബോധ്യമുള്ള ഒരാൾക്ക്, ദൈവത്തെക്കുറിച്ച് വിശ്വാസമുള്ള ഒരാൾക്ക് അടിസ്ഥാനപരമായി ദൈവമുണ്ട് എന്നും നമ്മൾ മരിക്കുമെന്നും മരണാനന്തര ജീവിതമുണ്ടെന്നും സ്വർഗമുണ്ടെന്നും നരകമുണ്ടെന്നും ബോധ്യമുള്ള ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് എന്ത് നിങ്ങൾ പറഞ്ഞാലും ആ ബോധ്യത്തിനടക്കം തട്ടുമോ? ഇല്ല. ഒരാളുടെ കയ്യിൽ ഇപ്പം പൈസ കൂടുതലാവുന്നു. ഇപ്പൊ എനിക്ക് സാമ്പത്തികമായിട്ട് ഭയങ്കര ലക്ഷറിയിലേക്ക് വന്നതുകൊണ്ടാണോ ഞാൻ മതവിമർശനം നടത്തിയത്? അല്ല. ഇനി ഞാൻ ഭയങ്കരമായിട്ടുള്ള ദാരിദ്ര്യത്തിലേക്ക് പോയാൽ ഞാൻ തിരിച്ച് ദൈവവിശ്വാസത്തിലേക്ക് പോകും? ഇല്ല. കാരണം ഞാൻ ഓൾറെഡി ദാരിദ്ര്യത്തിലാണ് ദൈവവിശ്വാസത്തിലേക്ക് വരുന്നത്. അല്ലെങ്കിൽ അന്നും ഇന്നും എന്റെ സാമ്പത്തിക സ്ഥിതിയിൽ വലിയ മാറ്റമില്ല. നമ്മൾ ജീവിച്ചു പോകുമ്പോൾ നമ്മളുടെ തൊഴിലിന്റെയും അധ്വാനത്തിന്റെയും ഭാഗമായിട്ട് നമ്മൾ നേടിയെടുക്കുന്ന നേട്ടങ്ങൾ മാത്രമേ ഉള്ളൂ. അതിന് നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന ബാധ്യതകളുണ്ട്. ഇപ്പൊ എന്നെ വ്യക്തിപരമായിട്ട് അറിയാവുന്ന ആളുകൾക്ക് അറിയാം. അങ്ങനെ ഒരു സാമ്പത്തികമായിട്ടുള്ള ലക്ഷറിയോ അല്ലെങ്കിൽ ഭൗതിക ജീവിതത്തിലുള്ള ആസക്തി മൂത്തിട്ടോ ഒരാൾ മതം വിമർശിക്കുകയോ മതത്തിൽ നിന്ന് പുറത്തു കടക്കുകയോ ചെയ്യുന്നു എന്ന് പറയുന്നത് ഇതിന്റെ വസ്തുത, യഥാർത്ഥ കാരണത്തിൽ നിന്ന് ഒളിച്ചോടാനുള്ള ഒരു ഉപായം മാത്രം, സ്വന്തം മനസ്സിനെങ്കിലും തൃപ്തിപ്പെടുത്താനുള്ള ഒരു ഉപായം മാത്രമായിട്ടാണ് എന്നെ പരിഗണിക്കാൻ പറ്റും. വസ്തുതമായി ഒട്ടും നിരക്കുന്നതല്ല. അതേസമയത്ത് എന്തുകൊണ്ടാണ് ദാരിദ്ര്യ രാഷ്ട്രങ്ങളിൽ ആളുകൾക്ക് മതത്തോട്, ദൈവത്തോട് കൂടുതൽ കെട്ടുപണിഞ്ഞ് കിടക്കുന്നതെന്ന് ചോദിച്ചാൽ അത് അവരുടെ ഗതികേട് കൊണ്ടാണ്. അവർക്ക് മറ്റു ഭൗതികമായിട്ടുള്ള കാര്യങ്ങളും പ്രയാസങ്ങളും അവരുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങളിൽ പ്രയാസപ്പെട്ട് നടക്കുന്ന മനുഷ്യരെ സംബന്ധിച്ച് ഇത്തരം തിയോളജിക്കൽ ആയിട്ടുള്ള ഡിസ്കഷനും ഡിബേറ്റും ചിന്തകളും അല്ലേ, ഇത് പുസ്തകങ്ങൾ പരതലും അതിന്റെ തെളിവ് അന്വേഷിക്കലും വാദപ്രതിവാദം കേൾക്കലും അതിനൊന്നുള്ള സാമൂഹ്യ സാഹചര്യം ഇല്ല. പലപ്പോഴും അത്തരം സമൂഹങ്ങളിൽ വിദ്യാഭ്യാസം വളരെ പരിമിതമായിട്ടുള്ള വിദ്യാഭ്യാസമാണ് കിട്ടുക. അപ്പൊ അക്കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് അത്തരം സമൂഹങ്ങളിൽ ദൈവത്തിലുള്ള ഡിപ്പെൻഡൻസി കൂടുന്നത്. അപ്പൊ അത്തരം സമൂഹങ്ങളിൽ നിന്ന് സാമൂഹികമായിട്ടുള്ള ഉയർച്ച ഉണ്ടാവുന്ന പ്രദേശങ്ങളിൽ ആളുകൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ പഠിക്കാനും വായിക്കാനും ചിന്തിക്കാനും ഒക്കെ ലക്ഷറി കിട്ടുമ്പോൾ അവർ സത്യം തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. അല്ലാതെ കുറച്ച് പൈസ കയ്യിൽ വരുമ്പോൾ അന്ന് ഇനി എങ്ങോട്ടെങ്കിലൊക്കെ ടൂർ പോയി കളയാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ പറഞ്ഞാൽ അത് ഹറാമാക്കിയതൊക്കെ നമുക്ക് അങ്ങോട്ട് ആസ്വദിച്ച് കളയാം എന്ന് കരുതി ഇറങ്ങി പുറപ്പെടുന്ന ആളുകളായിട്ട് ഞാൻ മനസ്സിലാക്കുന്നില്ല. ഒന്ന്. രണ്ടാമത്, നമ്മുടെ നാട്ടിൽ ചുറ്റുമുള്ള വിശ്വാസികളെ നമ്മൾ അനലൈസ് ചെയ്താലും
ഇപ്പൊ സൗദി അറേബ്യയിലൊക്കെ ജീവിക്കുന്ന ആളുകൾക്ക് അറിയാം, അവിടുത്തെ സമ്പന്നരായിട്ടുള്ള ആളുകൾ അവർ മുർത്തതായിട്ട് പ്രഖ്യാപിച്ചിരുന്നല്ല വ്യാഴാഴ്ച വൈകുന്നേരത്ത് യമനിലേക്ക് വണ്ടി എടുത്ത് ഓടിച്ചു പോകുന്നത് അല്ലല്ലോ. അപ്പൊ അത് ഒരു വസ്തുതാവിരുദ്ധമായ അദ്ദേഹത്തിന്റെ തെറ്റായ നിരീക്ഷണമാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നിരീക്ഷണം തെറ്റാണെന്നാണ് എന്റെ അഭിപ്രായം. നമ്മൾ യഥാർത്ഥ വിഷയത്തിലേക്ക് വരുന്നത് ക്രിസ്ത്യൻ രാജ്യത്തെ കണ്ടു, എത്യോപ്യ നിരീശ്വരവാദ സ്വാധീനം വളരെ കുറവാണ്, ദരിദ്ര രാജ്യമാണ്. അതേസമയത്ത് സ്കാൻഡിനേഷ്യൻ രാജ്യങ്ങൾ സമ്പന്നമാണ്. 98% നിരീശ്വരവാദികളുള്ള രാജ്യങ്ങൾ, 100% ക്രിസ്ത്യാനികളുള്ള രാജ്യത്ത് 98% നിരീശ്വരവാദികൾ. എന്താ കാരണം? സൗകര്യങ്ങൾ. നോർവേ, സ്വീഡൻ, ഡെൻമാർക്ക് കുതിക്കാണ്. എന്താ കാരണം? കൂടുതൽ കൂടുതൽ ത്വരകൾ, അനുശാസനങ്ങളെ കാറ്റിൽ പറത്തി ഓടാനുള്ള മനുഷ്യന്റെ ജിജ്ഞാസ, മനുഷ്യന്റെ കൗതുകം. ഉസ്താദ് ആദ്യം പറഞ്ഞതിന് ഉസ്താദ് ഇവിടെ കൗണ്ടർ ചെയ്ത് കഴിഞ്ഞു. ഒരു ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാജ്യങ്ങളിൽ തന്നെയും ദരിദ്ര രാജ്യത്തിന്റെ അവസ്ഥയും സമ്പന്ന രാജ്യത്തിന്റെ അവസ്ഥയും തമ്മിലുള്ള വ്യത്യാസത്തിന്റെ കാരണം അതും ഇസ്ലാം വിട്ടുപോകുന്ന ആളുകൾക്ക് ഉണ്ടാവുന്ന അതേ ത്വരയാണ് എന്ന നിരീക്ഷണത്തോട് ഒരു കാരണവശാലും യോജിക്കാൻ പറ്റില്ല. എന്താണ് ഈ രാജ്യങ്ങളൊക്കെ തമ്മിലുള്ള വ്യത്യാസം? ഞാൻ നേരത്തെ പറഞ്ഞ ലക്ഷറി അവർക്ക് ഉണ്ടാവും. അതായത് അവർക്ക് സമയമുണ്ട്, അവർക്ക് മാനസികമായിട്ടുള്ള ആരോഗ്യമുണ്ട്, അവർക്ക് ടെൻഷൻ ഫ്രീ ആണ്, സ്ട്രെസ് ഫ്രീ ആണ്, അവർക്ക് ചിന്തിക്കാനും ആലോചിക്കാനും പഠിക്കാനും മനനം ചെയ്യാനും വേണ്ടത് എടുക്കാനും വേണ്ടാത്തത് തള്ളാനും കൊള്ളാനും ഒക്കെയുള്ള സാവകാശം, അല്ലെങ്കിൽ അതിനുള്ള സാമൂഹ്യ സാഹചര്യം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സാമൂഹിക സുരക്ഷിതത്വം നമ്മൾ പറയും, സോഷ്യൽ സെക്യൂരിറ്റി. സോഷ്യൽ സെക്യൂരിറ്റി ഉള്ള ജനത അവർ കുറച്ചുകൂടി സ്വതന്ത്രമായിട്ട് ചിന്തിക്കുകയും അഭിപ്രായം പറയുകയും നിലപാടെടുക്കുകയും ചെയ്യും. സോഷ്യൽ സെക്യൂരിറ്റി ഇല്ലാത്ത സമൂഹങ്ങളിൽ മതസ്വാധീനം കൂടുതലായിരിക്കും. അവിടെ മതസംഘടനകളുടെ നീരാളിപ്പിടുത്തുണ്ടാവും, അല്ലെങ്കിൽ മതഭരണകൂടത്തിന്റെ ഭീകരത ഉണ്ടാവും. ഈ ജനതയ്ക്കകത്ത് സ്വതന്ത്രമായിട്ടുള്ള ചിന്തയും സംസാരവും കുറവായിരിക്കും. അത്രേ ഉള്ളൂ അതിനെ കാണേണ്ടത്. ഇനി ഇത്തരം രാജ്യങ്ങളിൽ ഈ ഇവരുടെ ക്രിമിനൽ റേറ്റ്, അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങളും അവരുടെ ജീവിതവും അവരുടെ സന്തോഷവും ആ രാജ്യത്ത് ജീവിക്കുന്ന മനുഷ്യർക്കും അവിടെ ആ രാജ്യത്തേക്ക് വരുന്ന ആളുകൾക്കുള്ള സുരക്ഷിതത്വവും സേഫ്റ്റിയും ഒക്കെ വെച്ച് നോക്കിയേ, അന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ. പല ദരിദ്ര രാജ്യങ്ങളുടെയും അവസ്ഥ വളരെ പരിതാപകരമായിരിക്കും. അവിടുത്തെ കുട്ടികളുടെ സുരക്ഷിതത്വം, അവരുടെ വിദ്യാഭ്യാസം തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ ഇതൊക്കെ തമ്മിൽ കൃത്യമായിട്ടുള്ള ബന്ധമുണ്ട്. അത് ഉസ്താദ് പറയുന്നത് പോലെ ഈ ആസ്വാദനത്വര മൂത്തിട്ടുള്ള പ്രശ്നമല്ല, സാമൂഹ്യ സുരക്ഷിതത്വം അല്ലെങ്കിൽ സോഷ്യൽ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. അപ്പൊ ഒരിക്കലും ഇത് നിരീശ്വരവാദികളുടെ പ്രചാരണങ്ങൾ കൊണ്ടാണ് ഇതൊക്കെ വരുന്നത് എന്ന വായന 100% തെറ്റാണ്. പിന്നെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പോസിറ്റീവ് എനർജി നമുക്ക് നൽകും. ആളുകളൊക്കെ നിരീശ്വരവാദിയാവുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ഒരു സന്തോഷം എന്ന് ഞാൻ പറയാം. അല്ലെങ്കിൽ പോലും അത് നമ്മുടെ മനസ്സിനെ കൂടുതൽ സ്ഥൈര്യപ്പെടുത്തും. നമ്മുടെ വിശ്വാസത്തിന് ഒരു സ്ഥിരതയുണ്ട്. എന്തുകൊണ്ട്? ഇങ്ങനൊരു മൂവ്മെന്റ് 1400 വർഷമായിട്ട് മുസ്ലിങ്ങൾ കാത്തിരിക്കുകയാണ്. ഇവിടെ സ്വതസിദ്ധമായ ഒരു ഇസ്ലാമിക ന്യായീകരണത്തിലേക്ക് ഉസ്താദ് പോകണം. അതായത് ഈ തരത്തിൽ മതത്തിൽ നിന്ന് ആളുകൾ പുറത്തോട്ട് പോകുന്ന ഒരു സാഹചര്യത്തെ 1500 കൊല്ലമായിട്ട് ഇതൊക്കെ പണ്ടേ മുത്തുനബി പറഞ്ഞിട്ടുണ്ട്, ഹദീസിലുണ്ട് എന്ന ഒരു പ്രവചനം സത്യമായി പുലരുന്നതിന്റെ ലക്ഷണമായിട്ട് അത് മുഹമ്മദ് നബിയുടെ പ്രവാചകത്വത്തിന്റെ കൂടുതൽ വലിയ ദൃഷ്ടാന്തമായിട്ട് മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ മതവിശ്വാസി സമൂഹത്തിനിടയിൽ ഉണ്ടാവുന്ന ഈ വിശ്വാസത്തിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്കിനെയും ഈ മുർത്തദ്ദുകളുടെ ആധിക്യത്തെയും മറികടക്കാനുള്ള ഒരു ശ്രമമാണ് ഉസ്താദ് നടത്തുന്നത്. വിശ്വാസികളെ ആശ്വസിപ്പിക്കുകയാണ് ഒരു തരത്തിൽ. ഇതൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവും, അതൊക്കെ പണ്ടേ നബി പറഞ്ഞിട്ടുണ്ട്. ദുരന്തങ്ങളിലും ദുരിതങ്ങളിലും ഇവരാശ്രയിക്കുന്ന പ്രധാനപ്പെട്ട വാദങ്ങളിൽ ഒന്നാണിത്. ഒന്ന്, അള്ളാഹുവിന്റെ തീരുമാനമാണ്. രണ്ട്, അള്ളാഹു നമുക്ക് ഏറ്റവും കൂടുതൽ ഈ കറങ്ങി നടക്കുന്ന ഒരു റീലുണ്ട്. അതായത് നിങ്ങൾക്ക് പിന്നെയും പിന്നെയും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് അത് താങ്ങാനുള്ള കഴിവുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹ് നിങ്ങൾക്ക് അത്രയും പ്രയാസം തരുന്നതെന്ന് പറഞ്ഞിട്ട് ഒരു റീൽ ഓടി നടക്കുന്നുണ്ട്. നിങ്ങളിൽ എത്ര പേരത് കണ്ടു എന്ന് എനിക്കറിയില്ല. ഒരാൾക്ക് താങ്ങാവുന്ന ദുരിതമേ പ്രയാസമേ ആൾക്ക് അള്ളാഹു കൊടുക്കുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ പ്രയാസം പിന്നെയും പിന്നെയും വരുന്നുണ്ടെങ്കിൽ ആലോചിക്കുക, നിങ്ങൾക്ക് അത് താങ്ങാനുള്ള കെൽപ്പ് അള്ളാഹ് തന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് എന്ന് ആശ്വസിക്കുക എന്നതിന് സമാനമായിട്ടുള്ള ഒരു വാദഗതിയാണ്. ഇങ്ങനെ ഭൂരിപക്ഷം ആളുകൾ അല്ലെങ്കിൽ വിശ്വാസികളിൽ നിന്ന് നല്ല കൊഴിഞ്ഞുപോക്കുണ്ട്, ഒന്നും പേടിക്കണ്ട, ഇത് പണ്ടേ നബി പറഞ്ഞിട്ടുണ്ട്. നബി ആ കാര്യത്ത് അത് പറഞ്ഞത് എന്തിനാണ് എന്നുള്ളതിനെ കുറിച്ച് വേറെ വിശദമായ വിശകലനങ്ങൾ ആവശ്യമൊന്നുമില്ല. മുഹമ്മദ് നബിയെ സംബന്ധിച്ച് മുഹമ്മദ് നബി അവസാന കാലഘട്ടത്തിന്റെ അടയാളമായിട്ട് ആളുകൾ ഇങ്ങനെ ഇസ്ലാം ദീനിൽ നിന്ന് കൊഴിഞ്ഞു പോകും, രാവിലെ മുസ്ലിമായും രാത്രി കാഫിറാവും, രാത്രി മുസ്ലിമായും രാവിലെ കാഫിറാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, അവർ ഭൗതികതയിലേക്ക് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇപ്പൊ സംഭവിക്കുന്നതാണ്. അത് എല്ലാ കാലത്തും നിങ്ങൾ ഏത് നൂറ്റാണ്ടിൽ ജീവിച്ചാലും ആ നൂറ്റാണ്ട് ഖിയാമത്ത് നാളുമായിട്ട് ഏറ്റവും അടുത്ത കാലഘട്ടം എന്നുള്ള വിശകലനം നടന്നിട്ടുണ്ട്. ഒരു 50, 100, 150, 200 കൊല്ലം മുൻപ് എഴുതിയ കിതാബിലും 500, 600 കൊല്ലം മുമ്പ് എഴുതിയ കിതാബിലും
ഖിയാമത്ത് നാൾ ഏറ്റവും അടുത്തെത്തിയിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. എന്നും വേണ്ട, മുഹമ്മദ് നബി തന്നെ മുഹമ്മദ് നബിയുടെ ജീവിതത്തിന്റെ അവസാനത്തോടു കൂടി അല്ലെങ്കിൽ അധികം താമസിയാതെ ലോകാവസാനം ഉണ്ടാകും എന്ന് വിശ്വസിച്ച ആളാണ്, അങ്ങനെ പറഞ്ഞ ആളാണ്. അതുകൊണ്ട് അത് വിശ്വാസത്തിൽ നിന്ന് ആളുകൾ തെറ്റിപ്പോകുമ്പോൾ ഒന്നുകിൽ അവരെ പേടിപ്പിക്കാനോ അല്ലെങ്കിൽ സ്വയം ആശ്വസിപ്പിക്കാനോ വേണ്ടി പറയുന്ന ഒരു 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 ആശ്വാസ വചനമായിട്ട് നിങ്ങൾക്ക് ഈ ഹദീസിനെ പരിഗണിക്കാവുന്നതാണ്. ഉസ്താദ് ആ ഹദീസ് ഒന്ന് വിശദീകരിച്ചു. ലോകാവസാനത്തെ നമ്മൾ കാത്തിരിക്കുന്ന ഈ കാലത്ത് പുണ്യ റസൂൽ പറഞ്ഞ കാര്യം ഇവിടെ നടപ്പിലാക്കുമ്പോൾ നമ്മളെ കൂടുതൽ വിശ്വാസ സ്ഥിരത തരിക. എന്താ പുണ്യ റസൂൽ പറഞ്ഞത്? ലോകാവസാനം എടുത്തു കഴിഞ്ഞാൽ യുസ്ബിഹു റജുലു മുഅ്മിനൻ വയുംസി കാഫിറ യുംസി മുഅ്മിനൻ വയുസ്ബിഹു കാഫിറ. രാവിലെ സത്യവിശ്വാസിയായി കണ്ടവൻ വൈകുന്നേരം സത്യനിഷേധിയായി, ദൈവനിഷേധിയായി, മതനിഷേധിയായി മാറും. വൈകുന്നേരം സത്യവിശ്വാസിയായി നിങ്ങൾ കാണുന്നവൻ നേരം വെളുക്കുമ്പോഴത്തിന് മതനിഷേധിയും ദൈവനിഷേധിയും സത്യനിഷേധിയുമായി മാറും. ഇത് സർവ്വസാധാരണയായി തീരും. ആയിരക്കണക്കായ വർഷങ്ങളായി മുസ്ലിമുകൾ കൈകാര്യം ചെയ്ത് അടുത്ത തലമുറക്ക് പകർത്തു കൊടുത്ത തിരുദൂതരുടെ ഈ വചനം ലോകാവസാനം നടക്കുമെന്ന് ശാസ്ത്രകാരന്മാർ വരെ പ്രവചിക്കുന്ന ഈ നൂറ്റാണ്ടിൽ അധികരിച്ചു കാണുമ്പോൾ നമുക്ക് സന്തോഷം തോന്നുന്നത് ആരുടെ കാര്യത്തിലാണ്? നബിയെ നമ്മുടെ മനസ്സിൽ കൂടുതൽ സ്ഥിരപ്പെടുത്താൻ അത് ഉപകരിക്കുകയാണ്. കാരണം നബി പറഞ്ഞ എത്ര സത്യമാണ്. മോനെ മനസ്സിലായോ പറഞ്ഞത്? ഞാനൊക്കെ ചെറിയ കുഞ്ഞായിരുന്ന സമയത്ത് അല്ലെങ്കിൽ മദ്രസ കാലഘട്ടത്തിൽ 1500 കൊല്ലമോ എന്തോ ഒരു കണക്ക് പറയും. 1500 കൊല്ലാണോ, 1700 കൊല്ലാണോ, അതുകൊണ്ട് 2000 കൊല്ലാണ്. 2000 അല്ല, 1500 ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. 1500 കൊല്ലത്തിലധികം മുഹമ്മദ് നബി കബറിൽ കിടക്കൂല എന്ന് ഹദീസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിലൊക്കെ വിശ്വാസികൾക്കിടയിൽ വലിയ പ്രചാരണം ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും വിശ്വാസികൾ വിചാരിക്കുന്നത് ആ നാളെ ഖിയാമത്ത് നാളാണ് എന്നാണ്. ഇത് വിശ്വാസികളെ പേടിപ്പിക്കാൻ മരണം പോലെ ഉള്ള ഒരു ടൂള് മാത്രമാണ് ലോകാവസാനം. പ്രപഞ്ചത്തിന് അവസാനം ഉണ്ടാവില്ല എന്നുള്ളത് വേറെ വിഷയം. അതും ഇസ്ലാമിന്റെ വിശ്വാസമായിട്ട് എന്താ ബന്ധം? പിന്നെ മുഹമ്മദ് നബി പറഞ്ഞ ഈ കാര്യം, മുഹമ്മദ് നബി പറഞ്ഞ കാര്യം മുഹമ്മദ് നബി അന്ന് ചുറ്റുമുള്ള മനുഷ്യന്മാരെ നോക്കി പറഞ്ഞാണ്. ഖുർആനിൽ അതിനേക്കാളും പേടിപ്പിക്കുന്ന സാധനങ്ങളുണ്ട്. അതൊന്നും 1500 കൊല്ലം കുഞ്ഞ് 2020 പറയാനുള്ള സാധനമൊന്നുമല്ല. അത് മുഹമ്മദ് ജീവിച്ച കാലഘട്ടത്തിൽ മുഹമ്മദിനുള്ള ചുറ്റുമുള്ള മനുഷ്യന്മാരുടെ സമീപ ഭാവിയിൽ, കാരണം ചുറ്റുമുള്ള മനുഷ്യന്മാരെ കുറിച്ച് നല്ലോണം അറിയാലോ മുഹമ്മദ് നബിക്ക്. നിങ്ങൾ തമ്മിൽ തല്ലും കൊല്ലും എന്നൊക്കെ പറഞ്ഞ സാധനം എവിടെയുണ്ട്? മുഹമ്മദിന്റെ മരണത്തോടു കൂടി അവിടെ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതൊന്നും ഖിയാമത്ത് നാളായിട്ട് കണക്ട് ചെയ്യില്ല, അർത്ഥമില്ല. മുഹമ്മദിന് ചുറ്റുമുള്ള മനുഷ്യന്മാരെ കുറിച്ച് നല്ല ധാരണ ഉണ്ടായിരുന്നു, ഓരോരുത്തരുടെ സ്വഭാവം അറിയായിരുന്നു. അതുകൊണ്ട് മുഹമ്മദ് നബിയുടെ തലവട്ടം മാഞ്ഞാൽ അവർ തമ്മിൽ തല്ലുമെന്നും അവർ പ്രശ്നം ഉണ്ടാക്കുമെന്നും ആൾക്കാർ കൊഴിഞ്ഞു പോകും എന്നൊക്കെ. മുഹമ്മദിന്റെ മരണത്തോടു കൂടി എത്രയോ മനുഷ്യർ മുർത്തദായി എന്നാണ് കഥ. അപ്പൊ രാത്രി മുസ്ലിം ആയ രാവിലെ മുർത്തദായതൊക്കെ മുഹമ്മദ് നബി മരിച്ചതിന്റെ പിറ്റേ ദിവസം മദീനക്ക് ചുറ്റും നടന്നതാണ്. അപ്പൊ അത് 1500 കൊല്ലം കഴിഞ്ഞിട്ട് ഇപ്പൊ പുലർന്ന സാധനമല്ല, അത് എല്ലാ കാലത്തുള്ള പ്രതിഭാസമാണ്. അപ്പൊ അതിന് വലിയ അർത്ഥമൊന്നുമില്ല എന്തായാലും. പക്ഷെ വിശ്വാസികളെ സംബന്ധിച്ച് അങ്ങനെ ആശ്വസിക്കാം. ഇങ്ങനെ ഒരു യാഥാർത്ഥ്യം നടക്കുന്നു, അതിന് നമുക്ക് അത്ഭുതപ്പെടാനൊന്നുമില്ല, അത് നബി പണ്ടേ പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് ആശ്വസിക്കാം, അത്രേ ഉള്ളൂ. ജനങ്ങൾ കൂടുതൽ മതത്തിലേക്കാണ് ഓടുന്നതെങ്കിൽ നബി പറഞ്ഞൊരു പെഴച്ചോ എന്ന് നമുക്ക് തോന്നിപ്പോകും. എന്നിട്ട് ആ പദത്തിന്റെ ഒരു പൂർത്തീകരണം എന്താ നബി പറയുന്നത്? ആ സെന്റൻസിന്റെ പൂർത്തീകരണം ദുനിയാവിന്റെ ഭൗതികതയുടെ ഒരല്പത്തിന് വേണ്ടിയായിരിക്കും അന്നവൻ മതം വിൽക്കുക. ഓ, അപ്പൊ എത്ര കൃത്യമായി ഞാൻ അവിടെ ഉത്തരം പറഞ്ഞല്ലോ. എന്ത് ഭൗതികാസക്തിയാണ് മനുഷ്യനെ മതം ഉപേക്ഷിക്കാൻ കാരണം? ഭൗതികാസക്തിയാണ് മനുഷ്യനെ ദൈവനിഷേധിയാക്കാൻ കാരണം. ഇത് 1400 കൊല്ലം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് മുഹമ്മദ് നബിയുടെ പ്രവചനമല്ല. മുഹമ്മദ് നബി അക്കാലത്തുള്ള മനുഷ്യരെ നോക്കി തന്നെ പറഞ്ഞത്. അന്ന് മുഹമ്മദിന്റെ ഇസ്ലാം ദീൻ സ്വീകരിക്കാത്ത മനുഷ്യരെ നോക്കിയിട്ട് മുഹമ്മദ് നബി പറഞ്ഞത് അവർ ഭൗതികതയിലേക്ക്, അവർ ഭൂമിയിലേക്ക് തൂങ്ങിപ്പോകുന്നു എന്നാണ്. യുദ്ധത്തിന് വിളിച്ചിട്ട് കൂടെ പോകാത്തവരെ കുറിച്ച് മുഹമ്മദ് നബി ഇതേ ആക്ഷേപമാണ് ഉന്നയിച്ചത്. മുഹമ്മദിന്റെ കൂടെ സൈനിക സന്നാഹത്തിൽ കൂടെ പോകാൻ വിമുഖത കാണിച്ച ആളുകളെ മുഹമ്മദ് നബി മുനാഫിഖ് എന്ന് വിളിച്ചതും മുഹമ്മദ് നബി ഭൂമിയിലേക്ക് തൂങ്ങുന്നു എന്നാണ് പറഞ്ഞത്. അവർ ഭൗതികാസക്തി കൊണ്ടാണ് ഇസ്ലാം സ്വീകരിക്കാത്തതെന്നാണ് പറഞ്ഞത്. ഇസ്ലാം സ്വീകരിക്കാൻ മടിക്കുന്നവരൊക്കെ ഭൗതികാസക്തി ഉള്ളവരാണ് എന്ന് മുഹമ്മദ് നബി ഇസ്ലാം പ്രബോധനം തുടങ്ങുന്ന കാലം തൊട്ട് അവിടെയുള്ള ചുറ്റുമുള്ള മനുഷ്യന്മാരെ നോക്കി പറഞ്ഞതാണ്. അതല്ലാതെ 2000 കൊല്ലം കഴിഞ്ഞിട്ട് വരാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞൊന്നല്ല. അപ്പൊ അദ്ദേഹത്തിന്റെ ഭൂതത്തിലും അദ്ദേഹത്തിന്റെ വർത്തമാനത്തിലും അദ്ദേഹത്തിന്റെ ഭാവിയിലും അദ്ദേഹത്തിന് ഇതേ നിലപാടാണ്. അത് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഇങ്ങനെ ഭാവി പറഞ്ഞു എന്ന രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. മക്കാ മുശ്രിക്കുകളെ കുറിച്ച് നിങ്ങളുടെ ആക്ഷേപം എന്താണ്? എന്തുകൊണ്ടാണ് അബൂ സുഫിയാനും അബൂ ജഹലും ഒന്നും ഇസ്ലാം സ്വീകരിക്കാതിരുന്നത്? അവർക്ക് കാഫിറുകളാണല്ലോ. അവർക്ക് സത്യം മനസ്സിലാവാത്തോണ്ടല്ല, അവർ അവരുടെ സുഖാസ്വാദനത്തിന് തടസ്സമാകും എന്നതുകൊണ്ട് ഇസ്ലാം ഉപേക്ഷിച്ചു എന്നല്ലേ അത് നിങ്ങളുടെ വാദം. അപ്പൊ അത് ഇപ്പൊ കിരാമത്തിലേക്ക് കൊണ്ട് കണക്ട് ചെയ്യുന്ന എന്തിനാ? മുഹമ്മദ് നബിക്ക് അന്ന് അവരെ കുറിച്ചുള്ള ആക്ഷേപം അതാണ്. ജൂതന്മാർക്ക് ബോധ്യപ്പെട്ടിട്ടും വിശ്വസിച്ചില്ല എന്നാ. ഏത് സഫിയാന്റെ വാപ്പാക്കൊക്കെ ജൂതന്മാരുടെ അടയാളം പറഞ്ഞു കേട്ടിട്ട് മുഹമ്മദ് നബി പ്രവാചകനാണ് ബോധ്യപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ എന്നിട്ടും വിശ്വസിച്ചില്ല, എന്നിട്ടും നിഷേധിച്ചു. അതെന്തുകൊണ്ടാ? അത് അവരുടെ സ്ഥാനമാനങ്ങളും അവരുടെ അധികാരം നഷ്ടപ്പെട്ടു പോകും എന്ന ഭയം കൊണ്ട്, എന്ന് പറഞ്ഞാൽ ഭൗതികാസക്തി കൊണ്ട്.
അപ്പൊ ഇത് പ്രവചനമല്ല, ഇത് മുഹമ്മദ് നബി ഇസ്ലാം സ്വീകരിക്കാത്ത, മുഹമ്മദ് നബി പറഞ്ഞാൽ കേൾക്കാത്തവരെ കുറിച്ച് മുഹമ്മദ് നബി എക്കാലത്തും എല്ലാ കാലത്തും പറഞ്ഞിട്ടുള്ള കാര്യം അതാണ്. ആ ആക്ഷേപം തന്നെ ഇപ്പോ പ്രവചനമായിട്ട് ഇപ്പൊ കേരളത്തിലെ ആളുകൾ മുർത്തദുകൾ പെരുകുന്നു, അതുകൊണ്ട് ഒന്നും പേടിക്കണ്ട, നമ്മളത്തെ ഒരു ഹദീസ് ഉണ്ട്, അതെടുത്ത് പ്രയോഗിച്ചിട്ട് സമാധാനിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. കുറച്ച് ചൂടുവെള്ളം കുടിച്ചിട്ട് കിടന്നുറങ്ങാം, അത്രേ ഉള്ളൂ ഈ പ്രവചനത്തിന്റെ കഥ. നിരീശ്വരവാദികളുടെ പ്രചാരണത്തെ ഒരിക്കൽ നെഗറ്റീവായി എടുക്കരുത്, വളരെ പോസിറ്റീവായ കാര്യമാണ്. അവരാ സേവനം ചെയ്യട്ടെ. ഒരു ഇസ്ലാമിനെ ആയാലും മറ്റു മതങ്ങളെ പലപ്പോഴും അവർ ഇസ്ലാമിനെയാണ് വിമർശിക്കുന്നത്, ആയിക്കോട്ടെ, നമുക്ക് സന്തോഷമേ ഉള്ളൂ. എക്സ്മുസ്ലിം ആ ഭാഗത്തേക്ക് വരും. അവരൊക്കെ ചെയ്യുന്ന സേവനം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന് വേണ്ടി ഒരു മതപണ്ഡിതന് പോലും ചെയ്യാൻ കഴിയാത്ത സേവനമാണ് ഇന്നിപ്പോൾ നിരീശ്വരവാദികൾ ഇസ്ലാമിന് ചെയ്തു തരുന്നത്. അത് പോസിറ്റീവായി എടുത്താൽ മതി. സത്യം. മൗലവിമാർ എത്ര കാലം വയൽ കെട്ടിയതാണ്, നിങ്ങൾ പുസ്തകം എടുക്കും മക്കളെ, വായിക്കും മക്കളെ, ഖുർആൻ അർത്ഥം പറഞ്ഞു ഓത് മക്കളെ, ഹദീസ് വായിക്കും മക്കളെ. മൗലവിമാർ എമ്പാട് വയൽ പറഞ്ഞു, ഒരെണ്ണം തിരിഞ്ഞു നോക്കിയില്ല. അതേ സമയത്ത് നമ്മൾ ബദറിന്റെ കഥ പറഞ്ഞു, നൂറുൽ യഖീൻ എന്ന് പറയുന്ന പുസ്തകത്തിന്റെ പേര് പറഞ്ഞു. ഇപ്പൊ നൂറുൽ യഖീൻ കിട്ടാനില്ല കൂട്ടരെ. ആളുകൾ പുസ്തക വായന തുടങ്ങി. നിങ്ങൾ ഖുർആൻ വായിക്കണം, അതിന്റെ അർത്ഥം അറിയണം, തഫ്സീർ വായിക്കണം എന്ന് പറഞ്ഞിട്ട് മൗലവിമാർ എത്ര കാലമായത് പറഞ്ഞതാ. അന്ന് മൗലവിമാർ പറഞ്ഞു, നിങ്ങളത് വായിച്ചിട്ട് നിങ്ങൾ ഈമാൻ ഉറപ്പിക്ക്, നിങ്ങളുടെ ഈമാൻ അറിവ് വർദ്ധിപ്പിക്ക്, നിങ്ങൾ ഇസ്ലാം ദഅവത്തിൽ പങ്കാളികളാവൂ. ഒരാൾ തിരിഞ്ഞു നോക്കിയില്ല. പക്ഷെ നമ്മൾ പറഞ്ഞു, നിങ്ങൾ വിശ്വസിച്ചതല്ല ഇസ്ലാം, നിങ്ങൾ കണ്ടതും അറിഞ്ഞതും നിങ്ങൾ കേട്ടതും ഉസ്താദുമാർ വയൽ പറയുന്നതല്ല ഇസ്ലാം. യഥാർത്ഥ ഇസ്ലാമിന്റെ ആശയം അറിയണമെങ്കിൽ ഖുർആൻ എടുത്ത് മറിക്കേ, അതിന്റെ തഫ്സീർ എടുത്ത് വായിക്കേ എന്ന് നമ്മൾ പറഞ്ഞു. അതിന് ചില ഉദാഹരണങ്ങൾ പറഞ്ഞു കൊടുത്തു, ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അപ്പൊ നിങ്ങൾ പറഞ്ഞു കൊടുത്ത, നിങ്ങൾ പഠിപ്പിച്ച അറിവിന് വിരുദ്ധമായ ഒരു കാര്യം വസ്തുനിഷ്ഠമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ എടുത്ത് പുറത്തിട്ടപ്പോ മുസ്ലിം കുട്ടികൾ പുസ്തകശാലകളിലേക്ക് ഓടി. അവർ sunna.com കയറി, അവർ ഹദീസ് നോക്കി, ഖുർആൻ നോക്കി, വായിച്ചു നോക്കി, അർത്ഥം നോക്കി, ലിയാഖത്തിനെ പോലുള്ള ആൾക്കാർ പറയുന്നത് ശരിയാണോ എന്ന് ഒത്തുനോക്കി. റഹ്മത്തുള്ളാഹി ഖാസിമിന്റെ വയൽ കേട്ടിട്ട് ഖുർആൻ ആയത്ത് പരിശോധിക്കുന്ന ഒരാളും ഉണ്ടാവില്ല. കാരണം എന്താ? റഹ്മത്തുള്ളാഹി ഖാസിമിന് ഓൽക്ക് വിശ്വാസമാണ്, നമ്മൾ പറഞ്ഞവർക്ക് വിശ്വാസം കുറവാണ്. അതുകൊണ്ട് ഓല വിശ്വാസം ശരിയാണെന്നും റഹ്മത്തുള്ളാഹി ഖാസിമിനെ പോലുള്ള ഉസ്താദുമാർ പറഞ്ഞത് തന്നെ ആയിരിക്കും ശരിയെന്ന ഒരു മുൻവിധിയിൽ ഈ എന്നെ പോലെയുള്ള ആളുകൾ തെറ്റാണ് എന്ന് സ്ഥാപിക്കാനും സമർത്ഥിക്കാനും വേണ്ടി ഖുർആൻ വായിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞാണ് ശരി, ഞങ്ങൾ പറഞ്ഞാണ് ശരി എന്ന് മനസ്സിലായി. ഓലെ ഈമാൻ പോയി. ഇതല്ലേ സത്യം? അത് സത്യം. അതുകൊണ്ട് മുസ്ലിം പണ്ഡിതന്മാർക്ക് കഴിയാത്തത് നമ്മളെ കൊണ്ട് പറ്റി എന്നുള്ളത് വസ്തുതയാണ്. ഇസ്ലാം എന്താണെന്ന് പഠിക്കാനും മനസ്സിലാക്കാനും മുസ്ലിം സമൂഹം തയ്യാറായിരുന്നില്ല. അവർ ഖുർആൻ അർത്ഥമറിഞ്ഞ് പഠിക്കാൻ തയ്യാറായിരുന്നില്ല. ഇസ്ലാമിന്റെ ചരിത്രം വസ്തുനിഷ്ഠമായി പരിശോധിക്കാൻ തയ്യാറായിരുന്നില്ല. അവർ കാലാകാലങ്ങളിൽ ബദർ യുദ്ധമായിരുന്നു എന്ന് വിശ്വസിച്ച് നടന്നു. സൂറത്ത് തൗബയിലെ 5-ാം വചനം യുദ്ധ സന്ദർഭത്തിലാണ് ഇറങ്ങിയതായിരുന്നു എന്ന് പാവപ്പെട്ട മനുഷ്യരെ പറഞ്ഞു പറ്റിച്ചു. അവരത് വിശ്വസിച്ചു, അവർ പരിശോധിച്ചതേയില്ല. നമ്മൾ പറഞ്ഞത് അങ്ങനെയല്ല, നമ്മൾ അങ്ങനെയല്ല എന്ന് പറഞ്ഞപ്പോ അങ്ങനെയൊന്നല്ല ഞങ്ങൾ ഉസ്താദ്മാർ പറഞ്ഞു നിൽക്കണേ, നിങ്ങൾ നുണ പറയാണ് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ പറഞ്ഞു, നിങ്ങൾ പോയി എടുത്തു നോക്കി. അപ്പോൾ ഒരു പുസ്തകം വാങ്ങി വായിച്ചു. ഞാൻ ഈ പുസ്തകം സജസ്റ്റ് ചെയ്തതിനു ശേഷം മാത്രം നൂറുൽ യഖീൻ എന്ന് പറയുന്ന ഒറ്റ പുസ്തകം, ആ ഒരൊറ്റ പുസ്തകം, അല്ലെങ്കിൽ ഫതുഹുൽ മുഈൻ എന്ന് പറയുന്ന കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ഏതെങ്കിലും ഒന്ന്, ഇത് പരിശോധിച്ച എത്ര പേര് ഇവിടെ കമന്റ് ബോക്സിൽ മീൻസ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അവർ ദയവ് ചെയ്തിട്ട് മീ എന്ന് കമന്റ് ചെയ്യും. നമുക്ക് ജസ്റ്റ് ഒരു അറിവിന് വേണ്ടിയിട്ട്. എന്നിട്ട് ഒരു ഉസ്താദ് വയൽ പറഞ്ഞിട്ട് ഉസ്താദ് പറഞ്ഞ പുസ്തകം വായിച്ച ആൾക്കാരുടെ എണ്ണം നിങ്ങൾ ഇതേമാതിരി ഒന്ന് എടുത്ത് നോക്കി. ഈ അടുത്ത കാലത്ത് ഈ 2-3 ദിവസം മുമ്പ് ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് നൂറുൽ യഖീൻ വാങ്ങാൻ പോയിട്ട് സാധനം കിട്ടാനില്ല എന്ന്. സത്യമാണ് നിങ്ങൾ പറഞ്ഞത്. മൗലവിമാരെ കൊണ്ട് കൂട്ടിയാൽ കൂടാത്തത് ഞങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടും. എന്തായിരുന്നത്? അത് കിതാബ് വായിപ്പിക്കലായിരുന്നു. ഇനി ഞങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടാത്തൊരു കാര്യം മൗലവിമാരെ കൊണ്ട് കൂട്ടിയാൽ കൂടും. അതെന്താണ്? ഒരാളെ ഇസ്ലാമിൽ നിന്ന് പുറത്തെത്തിക്കുക എന്ന് പറയുന്നത് ഞങ്ങളെക്കാളും എളുപ്പത്തിൽ കഴിയുന്ന ഉസ്താദ്മാർക്കാണ്. അങ്ങനെയാണ് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ വസ്തുതകളായിട്ട് പറയണം. ഞാൻ അന്നും ഇന്നും എന്നും പറയുന്നു, ജബ്ബാർ മാഷേക്കാൾ കൂടുതൽ ആളുകളെ ഇസ്ലാമിൽ നിന്ന് പുറത്തെത്തിക്കാൻ MM അക്ബറിന് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടോ സംസാരിച്ചിട്ടോ ഇസ്ലാമിൽ നിന്ന് പുറത്തു വന്നതിന്റെ ഒരു 10 ഇരട്ടി മനുഷ്യർ അബ്ദുള്ള ബാസിൽ എന്ന് പറയുന്ന ഏറ്റവും പുതിയ അഭിനവ ദാഴിയുടെ ഇസ്ലാം വിശദീകരണം കേട്ട് ഈമാൻ പോയവരുണ്ടാവും. അപ്പൊ ഇസ്ലാം പഠിപ്പിക്കാൻ നിങ്ങൾ വിചാരിച്ച നടക്കൂല, നമ്മൾ വിചാരിച്ച നടക്കും. ഇസ്ലാം ഒന്ന് പുറത്തെത്തിക്കാൻ നമ്മൾ വിചാരിച്ച കൂട്ടിയാൽ കൂടില്ല, അത് നിങ്ങളെ കൊണ്ട് സാധിക്കും. നമ്മൾ ഇസ്ലാമിനെ വിമർശിക്കുമ്പോഴല്ല ആൾക്കാരെ ഈമാൻ പോകുന്നത്, ആ വിമർശനത്തിന് നിങ്ങൾ ഉസ്താദ്മാർ ഉത്തരം പറയുമ്പോഴാണ് ആ കുട്ടികളുടെ ഈമാൻ കാവിയാവുന്നത്. കാരണം അതുപോലത്തെ മറുപടി നിങ്ങൾ പറയണേ. അപ്പൊ ഇതൊക്കെയാണ് വസ്തുത. വാസ്തവത്തിൽ റഹ്മത്തുൽ ഖാസിമി എന്ന് പറയുന്ന വ്യക്തിപരമായിട്ട് ഇരുന്ന് സംസാരിക്കണം എന്ന് ആഗ്രഹമുള്ള ആളാണ് ഞാൻ. അദ്ദേഹത്തിന് അത് മനസ്സുണ്ടാവുമെന്ന് എനിക്കറിയില്ല, അദ്ദേഹം എങ്ങനെയാണ് കാണുന്നതെന്നും അറിയില്ല. പക്ഷെ നമ്മുടെ ബോധ്യങ്ങൾ, നമ്മുടെ ചിന്തകൾ അത് പരസ്പരം കൈമാറാൻ പറ്റുന്ന ഒരു സംവാദത്തിന് സഹിഷ്ണുതയുള്ള ഒരു മനുഷ്യനായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ പരിഗണിക്കുന്നത്. ഞാൻ എൻ്റെ 1-2 സുഹൃത്തുക്കളോട് ആ ആഗ്രഹം പറയും ചെയ്തിട്ടുണ്ട്.
എനിവേ അദ്ദേഹത്തിന്റെ ബാക്കി. പിന്നെ ഇവർ പറയുന്നത് മതത്തിന് ധാർമ്മികമായ അടിത്തറല്ല, അത് വിശ്വാസികളെ സ്വാധീനിക്കുകയില്ല. എന്തുകൊണ്ട്? ഒരു മതവാദിയെ ധർമ്മനിഷ്ഠനാക്കിയത് അവന്റെ മതമാണെന്ന് ഈ ലോകത്തെ 100% മതവിശ്വാസിക്കും അറിയാം. അപ്പോൾ മതത്തിന് ധാർമ്മികമായ ഒരു കൃത്യത അടിത്തറ ഇല്ല എന്ന വാദം 100% തെറ്റാണ്. 2, മതത്തിന് യുക്തിയില്ല, മതത്തിന് ശാസ്ത്രഭദ്രതയില്ല, അതും തെറ്റാണ്. എന്തുകൊണ്ട്? യുക്തി ഏതാണ് യഥാർത്ഥ യുക്തി? യഥാർത്ഥ യുക്തി എന്നാൽ സ്ഥിരമായ വസ്തുതാപരമായ യുക്തിയാണ്. അത് ശാസ്ത്രത്തിന്റെ യുക്തിയാന്ന് എങ്ങനെ പറയാ? ശാസ്ത്രം എത്ര തവണയാണ് അവരുടെ തീരുമാനങ്ങളെ മാറ്റിയത്? അപ്പോൾ യഥാർത്ഥ യുക്തിയിലേക്കുള്ള ഓട്ടാണ് അവർ എത്തിച്ചേർന്നിട്ടില്ല. മതം അങ്ങനെയല്ല, മതം കൃത്യമായ യുക്തിയാണ്. ചിലപ്പോൾ മതവിശ്വാസികൾ മനസ്സിലാക്കിയെന്നിടത്ത് അബദ്ധം വരും. നോക്കൂ, പിന്നെ നമ്മൾ ഇസ്ലാമിനെതിരെ നടത്തുന്ന വലിയ വിമർശനമായിട്ട് ഇസ്ലാമിന് ധാർമ്മിക അടിസ്ഥാനം ഇല്ലാന്ന്. ഇസ്ലാമിന് ധാർമ്മികമായ അടിത്തറ ഇല്ല എന്നല്ല നമ്മുടെ വാദം. ഇസ്ലാമിന്റെ ധാർമ്മിക അടിത്തറ ആധുനിക മനുഷ്യന് സ്യൂട്ടബിൾ അല്ല എന്നുള്ളതാണ്. നമുക്ക് യോജിക്കില്ല. നമ്മൾ ഇന്ന് ജീവിക്കുന്ന കാലഘട്ടത്തിലെ അറിവിനും നമ്മളുടെ സാമൂഹ്യ ബോധത്തിനും ധാർമ്മിക ചിന്തക്കും മാനവിക ചിന്തക്കും ജനാധിപത്യ സംസ്കാരത്തിനും യോജിക്കുന്നതല്ല ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ധാർമ്മികത. നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന ലിംഗസമത്വം, അതിലധിഷ്ഠിതമായിട്ടുള്ള നീതി എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്ക് വിരുദ്ധമായ, സ്ത്രീ വിരുദ്ധമായ, അമുസ്ലിം വിരുദ്ധമായ, അങ്ങനെ പറയാം, അമുസ്ലിം വിരുദ്ധമായ, മാനുഷിക വിരുദ്ധമായ, മാനവിക വിരുദ്ധമായ ഒരു പ്രത്യയശാസ്ത്രമാണ്. അത് വളരെ ചെറിയ ഒരു ഗ്രൂപ്പായിട്ട് മുസ്ലിങ്ങൾ എന്ന ഒരു പൊതു ഗ്രൂപ്പിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു മഹാഗോത്രത്തിന്റെ അണികളിൽ മാത്രം സാഹോദര്യം പരിമിതപ്പെടുത്തിയിട്ടുള്ള, മനുഷ്യരെ വിശ്വാസിയെന്നും അവിശ്വാസിയെന്നും പ്രാഥമികമായി 2 തട്ടായിട്ട് പരിഗണിക്കുന്ന, അത് വ്യക്തിബന്ധങ്ങളുടെ കാര്യത്തിലും കുടുംബ ബന്ധത്തിലും സാമൂഹ്യ ജീവിതത്തിലും രാഷ്ട്രീയ നിയമങ്ങളിലും അവകാശങ്ങളിലും പെരുമാറ്റത്തിലും ഇടപഴകലുകളിലും ബാധ്യതകളിലും നിയമപരമായിട്ടുള്ള ബാധ്യതകളിലും ശിക്ഷാവിധികളിലും ഉൾപ്പെടെ സകലതിലും മുസ്ലിം അമുസ്ലിം എന്ന വേർതിരിവിൽ മനുഷ്യരെ കാണുന്ന ഈ മുസ്ലിമിലും അമുസ്ലിമിലും തട്ടുകൾ വിഭാഗങ്ങൾ വേറെയുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് അതിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു ഗോത്രകാല നിയമസംഹിത ധാർമ്മിക ചിട്ട എന്ന് പറയുന്ന സാധനം ലോകത്തുള്ള മനുഷ്യർ എല്ലാവരും തുല്യ അന്തസ്സും അവകാശങ്ങൾക്കും അർഹരായിട്ടുള്ള മനുഷ്യരാണ് എന്ന ഏറ്റവും ഉന്നതമായിട്ടുള്ള മാനവിക ദർശനത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ മതത്തിന്റെയോ ജാതിയുടെയോ വർണ്ണത്തിന്റെയോ വർഗത്തിന്റെയോ ദേശത്തിന്റെയോ ഭാഷയുടെയോ ലിംഗത്തിന്റെയോ പേരിൽ മനുഷ്യർ വിവേചനം നേരിടാൻ പാടില്ല, എല്ലാവർക്കും തുല്യമായിട്ടുള്ള അന്തസ്സും അവകാശങ്ങളും ഉണ്ട് എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ ഗോത്രീയ ചിന്തയിൽ അധിഷ്ഠിതമായിട്ടുള്ള ധാർമ്മിക മൂല്യങ്ങൾ പ്രശ്നം പിടിച്ചതാണ് എന്ന് നമ്മൾ പറയും. നോക്കൂ, നമ്മൾ മദ്രസകളിൽ ഇപ്പം ഫതുഹുൽ മുഈൻ എന്നുള്ള ഗ്രന്ഥത്തിൽ അടിമകളെ കച്ചവടം ചെയ്യുമ്പോൾ അവരുടെ വില നിർണ്ണയിക്കുന്ന കാര്യത്തിൽ, അടിമയെ കൈമാറ്റം ചെയ്യുമ്പോൾ, അടിമ സ്ത്രീകളെയോ പുരുഷന്മാരെയോ പണയം വെക്കുമ്പോൾ, എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ, പങ്കിട്ട് അടിമകളെ വാങ്ങുമ്പോൾ, ഇതുമായി ബന്ധപ്പെട്ടൊക്കെ നിയമങ്ങൾ നമ്മളെ നാട്ടിലെ മദ്രസയിലെ മൂല്യ കുട്ടികൾ ഇപ്പോഴും പഠിക്കുന്നതിന്റെ യുക്തി എന്താണ്? അപ്പൊ ഇസ്ലാമിന്റെ ധാർമ്മിക അടിസ്ഥാനം അടിമത്തം എന്ന് പറയുന്ന ഏറ്റവും നീചമായ ഒരു വ്യവസ്ഥിതിയാണെന്നും അത് മനുഷ്യർക്കിടയിൽ ഉണ്ടാവാൻ പാടില്ലാത്തതായിരുന്നെന്നും ഉണ്ടായിപ്പോയി. പക്ഷെ അത് നമ്മളുടെ ഇച്ഛാശക്തി കൊണ്ട്, മനുഷ്യരുടെ ധാർമ്മിക ബോധം കൊണ്ട് നമ്മൾ മറികടന്നിട്ടുള്ള ഇനി അതിന്റെ ഏതെങ്കിലും അവശിഷ്ടങ്ങൾ അവിടെ ഇവിടെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഇല്ലാതാക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ ധാർമ്മിക അടിസ്ഥാനം ഇപ്പോഴും അടിമ കച്ചവടത്തിന്റെ ഷർത്തും പറലും പള്ളി ദർസിൽ പഠിപ്പിക്കണം. അതുകൊണ്ട് ഇസ്ലാമിന്റെ ധാർമ്മിക അടിസ്ഥാനം കാലഹരണപ്പെട്ടതാണ്. ഇസ്ലാമിലെ ധാർമ്മിക നിയമങ്ങൾ, ഇസ്ലാമിക ശരീഅത്ത് നിയമങ്ങൾ, ഇസ്ലാമിന്റെ സാമൂഹികവും രാഷ്ട്രീയവുമായിട്ടുള്ള നിയമങ്ങളെല്ലാം കാലഹരണപ്പെട്ടതും സമഗ്രമായ അഴിച്ചുപണി ആവശ്യമുള്ളതാണ് എന്നതാണ് നമ്മുടെ നിലപാട്. അതിൽ ഉസ്താദിനും വിയോജിപ്പുണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഞാൻ സംഭവം പറയാം. 960 അത് പറയുന്നതിന് മുമ്പ് അപ്പൊ പിന്നെ അദ്ദേഹം പറയുന്ന യുക്തി, ഇസ്ലാമിൽ യുക്തി ഇല്ല എന്ന് ആക്ഷേപിക്കുന്നതാണ്. ഇസ്ലാമിൽ യുക്തി പ്രയോഗിക്കാൻ അവകാശമില്ല എന്ന്. ഇസ്ലാമിലെ യുക്തി എന്ന് പറയുന്നത് ഇസ്ലാമാണ് ശരി എന്ന് ചിന്തിക്കാനുള്ള യുക്തിയാണ്. ഈ പ്രപഞ്ചത്തിന്റെ പിന്നിൽ ഒരു സൃഷ്ടാവ് ഉണ്ടെന്നും ആ സൃഷ്ടാവ് അള്ളാഹു ആണെന്നും ചിന്തിക്കാനുള്ള യുക്തിയാണ്. അങ്ങനെ യുക്തിഭദ്രമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ദൈവത്തിൽ നിന്നുള്ള മതഗ്രന്ഥമാണ് എന്ന് വിശ്വസിക്കുകയും അതനുസരിച്ചാണ് മുന്നോട്ട് പോയി. പിന്നെ വേറെ നിങ്ങളെ യുക്തിക്ക് വേറെ പ്രസക്തിയൊന്നുമില്ല. അപ്പൊ അത് ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിന് മറുപടി പറയാൻ വേണ്ടിയിട്ട് ഉസ്താദ് പറയുന്നത് ശാസ്ത്രത്തിന്റെ യുക്തി അപൂർണമാണ്, അത് മാറിക്കൊണ്ടിരിക്കുന്ന യുക്തിയാണ്. ഇസ്ലാമിന്റെ യുക്തി, അതായത് മതയുക്തി ശാശ്വതമാണ്, സമഗ്രമാണ് എന്നാണ്. അതിന് അദ്ദേഹം ഒരു തെളിവ് പറയുന്നുണ്ട്. ആ തെളിവ് അതിനേക്കാൾ വലിയ കോമഡിയാണ്. മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തി എന്ന വാർത്ത പുറത്തു വരുമ്പോൾ മൊറോക്കോയിലെ ഒരു പ്രധാനപ്പെട്ട ഷെയ്ഖിന്റെ അടുത്ത് ഒരാൾ വന്നുകൊണ്ട് ചെന്നുകൊണ്ട് ചോദിച്ചു, ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയത് അങ്ങനെ ചന്ദ്രനൊന്നും കാലുകുത്താൻ കഴിയില്ല, ഭൂമി വിട്ട് ഒരു ഗ്രഹത്തിലേക്ക് മനുഷ്യൻ പോകാൻ കഴിയുന്നില്ലെന്നല്ലേ നമ്മൾ മതവിശ്വാസികളായ നമ്മളൊക്കെ മനസ്സിലാക്കിയത്. ഇപ്പോൾ ചന്ദ്രനിലെ ശാസ്ത്രകാരന്മാർ കാലുകുത്തിയല്ലോ,
അപ്പൊ നമുക്ക് പറ്റിയ തെറ്റായി പോയില്ലേ, നമ്മൾ പറഞ്ഞ കളവല്ലേ എന്ന്. അപ്പൊ ഈ ഷേഖ് വളരെ സുസ്മേരവദനായി സ്ഥിരതയോടെ അല്പം പോലും ചാഞ്ചാട്ടമില്ലാതെ ഈ ഷേഖ് അതിമനോഹരമായ വാക്കുകൾ കൊണ്ട് മറുപടി പറഞ്ഞു. അതാണ്. അപ്പൊ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ അതിർവരമ്പുകൾ ലംഘിച്ച് പോകാൻ പറ്റില്ല. മനുഷ്യർക്ക് അള്ളാഹു നിശ്ചയിച്ച അതിർവരമ്പുകൾ ലംഘിച്ച് പോകാൻ പറ്റില്ല. നിങ്ങൾക്ക് ഭൂമി വിട്ട് മറ്റു ഗ്രഹങ്ങളെ സമീപിക്കാൻ കഴിയില്ല എന്നൊക്കെയല്ലേ നമ്മൾ പഠിപ്പിച്ചിരുന്ന പോലെ ചന്ദ്രനിൽ കാല് കുത്തിയാലോ എന്ന് ഷെയ്ഖിനോട് പറഞ്ഞപ്പോൾ ഷെയ്ഖ് അതിമനോഹരമായ വാക്കുകളിൽ മറുപടി പറഞ്ഞു എന്നാണ്. എന്താണ് മറുപടി? ആ മറുപടി കേട്ടിട്ട് ഞാൻ നിങ്ങൾക്ക് ഇത് ഇന്നത്തെ കാലത്ത് നമ്മുടെ നാട്ടിലെ ഉസ്താദ്മാർ ചെയ്യുന്ന ചെപ്പടി വിദ്യയാണ്. അതിൽ 1-2 ഉദാഹരണങ്ങൾ ഞാനും പറഞ്ഞുതരാം. ഉസ്താദിന് ഉദാഹരണം കഴിയട്ടെ. അദ്ദേഹം പറഞ്ഞു, അവർ ചന്ദ്രനിൽ കാലുകുത്തി എന്ന് പറഞ്ഞത് സത്യമാണെങ്കിൽ നാം വേദഗ്രന്ഥത്തിൽ നിന്ന് മനസ്സിലാക്കിയത് തെറ്റായിരിക്കും. വേദഗ്രന്ഥമല്ല തെറ്റ്, വേദഗ്രന്ഥത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയതാ തെറ്റ്. അപ്പൊ വേദഗ്രന്ഥങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയ വ്യാഖ്യാനത്തിലെ തെറ്റാണ്. നമുക്ക് തെറ്റുപറ്റി അവർ ചന്ദ്രനിൽ കാല് കുത്തിയിട്ടുണ്ടെങ്കിൽ, അല്ല എങ്കിൽ അവർ കാല് കുത്തിയിട്ടുണ്ടാവില്ല. അവർ പറഞ്ഞ കളവാണ്. ഞാനത് രണ്ടും പറയുന്നില്ല. മനുഷ്യ ഒരിക്കലും ചന്ദ്രനിൽ കാല് കുത്തിയില്ല എന്ന് പറയുന്ന ആയിരക്കണക്കിന് ശാസ്ത്രകാരന്മാർ ഇന്ന് ലോകത്തുണ്ട്. എന്നാൽ 2-3 ആളെ എനിക്കൊന്ന് കോണ്ടാക്ട് ചെയ്ത് തന്നെ ഉസ്താദെ, ആയിരക്കണക്കിന് ശാസ്ത്രജ്ഞന്മാരുണ്ടെങ്കിൽ. എനിവേ, ഇദ്ദേഹം ഇപ്പൊ പറഞ്ഞു എന്താ വെച്ചാല് ഇസ്ലാമിന്റെ യുക്തി എങ്ങനെ പ്രവർത്തിക്കുന്നത് എന്നുള്ളതിന്റെ ഉദാഹരണമാണ്. അതായത് ഗോളാന്തര യാത്രകൾ സാധ്യമല്ല എന്ന് വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും പറയുകയും ചെയ്തിരുന്ന മതകാലത്ത് നിന്ന് മനുഷ്യർ ചന്ദ്രനിൽ കാല് കുത്തിയതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഒരു ഷെയ്ഖ് പറഞ്ഞ മറുപടി, അതെന്താ നമുക്ക് ഖുർആൻ വിശദീകരിച്ചത്, അല്ലെങ്കിൽ ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ നമ്മൾ വ്യാഖ്യാനിച്ചപ്പോൾ ഞങ്ങൾക്ക് തെറ്റിയതായി കാര്യം, അത് അങ്ങനെയൊന്നും ചിലപ്പോൾ അതിനകത്ത് ഉണ്ടാവില്ലേക്കും എന്നാണ്. ചെരുപ്പിനൊപ്പിച്ച് കാല് മുറിക്കുക എന്ന കലാപരിപാടിയാണ് ഇവർ ചെയ്തത് എന്നർത്ഥം. അപ്പൊ എന്താ യുക്തി? ശരിക്കും ശാസ്ത്രജ്ഞന്മാർ അങ്ങോട്ട് പോയി അവർ ചന്ദ്രനിൽ കാല് കുത്തി എന്നാണെങ്കിൽ അപ്പൊ നമ്മൾ ഖുർആനിൽ നിന്ന് അല്ലെങ്കിൽ പ്രമാണങ്ങളിൽ നിന്ന് നമ്മൾ കാര്യങ്ങൾ വിശദീകരിച്ചതിൽ നമുക്ക് മനസ്സിലാക്കിയതിൽ തെറ്റുപറ്റി. പ്രമാണങ്ങളിൽ തെറ്റൊന്നും, നമുക്ക് തെറ്റുപറ്റിയതാണ്. അല്ലെങ്കിൽ ചന്ദ്രനിൽ കാല് കുത്തി എന്ന് അവർ പറയുന്നത് നുണയായിരിക്കും. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞത് നമ്മൾ ഖുർആനിൽ നിന്ന് മനസ്സിലാക്കിയത് ശരി. ഇനി ഞങ്ങളുടെ നാട്ടിൽ 4 കാലിൽ വീഴുക എന്ന് പറയും. ഈ പൂച്ചയെ കുറിച്ച് ആൾക്കാർ പറയും എങ്ങനെ വീണാലും 4 കാലിൽ വീഴുന്നത്. ആ ഒരു മെയ്വഴക്കം മാത്രമാണിത്. ഞങ്ങൾക്ക് ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഭൂമി പരന്നിട്ടാണെന്നും ഭൂമിയെ പരത്തിയെന്നും തട്ടുകളുണ്ട് എന്നും പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്. പല വിശദീകരണങ്ങളിലുണ്ട്. അതിന്റെ ചിത്രം വരെ 7 ആകാശവും 7 ഭൂമിയും ചിത്രങ്ങൾ വരെ പല മുസ്ലിം വീടുകളിൽ ആദ്യകാലങ്ങളിൽ പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്നു. ഈ നൂറ്റാണ്ടിൽ പോലും ഫ്ലാറ്റ് എർത്ത് സിദ്ധാന്തത്തിൽ വിശ്വസിക്കുന്ന, ഖുർആനിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നതുകൊണ്ട് ഭൂമി പരന്നിട്ട് തന്നെയാണ് എന്ന് കുട്ടികളെ പഠിപ്പിക്കുന്ന മതപാഠശാലകൾ ഉണ്ട് ലോകത്ത് പല സ്ഥലത്തും. പക്ഷെ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ എന്താ പറഞ്ഞ ദഹഹ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒട്ടകപ്പക്ഷിയുടെ ഈ കാലുകൊണ്ട് അത് മുട്ടയിടാൻ വേണ്ടി പിന്നെ ചതുപ്പ് ശരിയാക്കുന്നതിന്റെ ഒരു പേര് അതിനോട് സമമായിട്ട് വരുന്നത്. അപ്പൊ അത് ഒട്ടകപ്പക്ഷി മുട്ടയിടാൻ വേണ്ടിയിട്ടാണല്ലോ അങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് ഒട്ടകപ്പക്ഷിയുടെ മുട്ട. ഒട്ടകപ്പക്ഷിയുടെ മുട്ട എന്ന് പറഞ്ഞാൽ ഏകദേശം ഭൂമിയുടെ ആകൃതിയാണല്ലോ, അതുകൊണ്ട് ഭൂമിയുടെ ആകൃതി ഉരുണ്ടതാണെന്ന് ഖുർആനിലുണ്ട് എന്ന് വിശദീകരിച്ച ആൾക്കാരുണ്ട്. 7 ആകാശങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോൾ അന്തരീക്ഷ പാളിയുടെ 7 തട്ടുകൾ അതാണെന്ന് വിശദീകരിച്ച് വയൽ പറഞ്ഞ ആളാണ് സാക്ഷാൽ സമദാനി നമ്മുടെ നാട്ടില്. അപ്പൊ അതൊന്നും ഒരുപാട് നൂറ്റാണ്ട് പുറകല്ല. അപ്പൊ ശാസ്ത്രം കണ്ടെത്തുന്ന അറിവിനനുസരിച്ച് ഖുർആനിലെ അറിവിനെ പുനർവ്യാഖ്യാനം ചെയ്യുകയും നമ്മൾ ആദ്യം വ്യാഖ്യാനിച്ച തെറ്റായി പോയി എന്ന് സമർത്ഥിക്കുകയും ചെയ്യുന്ന കുയുക്തിയാണ് ഇസ്ലാമിന്റെ യുക്തി. അതാണ് അദ്ദേഹം തെളിവ് സഹിതം ഇവിടെ സമർത്ഥിച്ചത്. അങ്ങനെ ഭൂമിയുടെ ആകൃതിയെക്കുറിച്ച് ഏറ്റവും അവസാനം MM അക്ബർ ജബ്ബാർ മാഷുമായിട്ടുള്ള സംവാദത്തെ പറഞ്ഞെന്താ, ഭൂമിയുടെ ആകൃതി ഖുർആനിൽ പറഞ്ഞിട്ടില്ല എന്നതാണ് ഖുർആൻ ദൈവികമാണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ്. അപ്പൊ ഖുർആനിൽ പരന്നതാണെന്ന് പറഞ്ഞപ്പോൾ അത് വിശദീകരിക്കും, ഉരുണ്ടതാണെന്ന് ശാസ്ത്രം പറയുമ്പോൾ അത് വിശദീകരിക്കും. കറക്റ്റ് ബോളിന്റെ ആകൃതിയിലല്ല, ചെറിയൊരു പിന്നെ ഒരു ഇതുണ്ടെന്ന് പറയുമ്പോൾ അത് അങ്ങനെ അതിന് ഒട്ടകപ്പക്ഷിയുടെ മുട്ടക്ക് അങ്ങനെ ഒരു ആകൃതി ഉണ്ടെന്ന് പറഞ്ഞാൽ അത് നമുക്ക് പോകും. എന്നിട്ട് അല്ല ആ ഷേപ്പിൽ പിന്നെ വലിയ വ്യത്യാസം ശാസ്ത്രകാരന്മാർക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഭൂമിയുടെ ആകൃതി ഒന്നും ഖുർആനിൽ പറഞ്ഞിട്ടില്ല, അത് നമ്മൾ വായിച്ചെടുത്ത് മനസ്സിലാക്കിയെടുത്തുള്ള തെറ്റാണ് എന്ന് പറയും. ഇതിനാണ് നമ്മുടെ നാട്ടില് 4 കാലിൽ വീഴുക എന്ന് പറയും. ആ യുക്തിയാണ് ഇവിടെ ഉസ്താദ് ഇപ്പോൾ പ്രയോഗിച്ചത്. നമ്മൾ ഇതിനെ മനസ്സിലാക്കേണ്ടത് ഇതിനെ പോസിറ്റീവായി എടുത്തോളൂ. എന്തുകൊണ്ടെന്നാൽ മതം വിട്ടുപോയ എക്സ് മുസ്ലിംസ്, ഇപ്പൊ നമ്മുടെ നാട്ടിൽ എക്സ് മുസ്ലിംസ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ പ്രശ്നമാണ്, വലിയ എന്നൊക്കെയുള്ള ധാരണ പൊതുജനങ്ങൾ പരക്കുകയും ചില പ്രഭാഷകരിലും കാണുന്നുണ്ട്. സത്യത്തിൽ എന്താണ് അവർ ചെയ്യുന്നത്? അവർ ഇസ്ലാമിൽ സേവനം ചെയ്യില്ല. അതാണ് എക്സ് മുസ്ലിം പറയുമ്പോൾ ഇങ്ങനെ ബേജാറാണ്.
മരക്ക് എന്തിനെങ്ങനെ ബേജാറാവണമെന്നാണ് ഉസ്താദ് ചോദിക്കും. അങ്ങനെ നമുക്ക് ചോദിക്കാൻ, നമ്മൾ ഇസ്ലാമിന് വേണ്ടി സേവനം ചെയ്യാനെന്നാണ്. എന്നാ പിന്നെ നമ്മളെ കൂടെ കൂടിക്കൂടെ? നമ്മളോട് ഒരു സംവാദത്തിന് വന്നൂടെ? നമ്മൾ ചോദിക്കണേലും സമാധാനം പറഞ്ഞൂടെ? അറ്റ്ലീസ്റ്റ് ഫോണിൽ വിളിക്കുമ്പോഴും മര്യാദക്ക് വർത്താനം പറഞ്ഞൂടെ? എവിടെ? ഉസ്താദ്മാർക്കൊക്കെ എക്സ് മുസ്ലിം എന്ന് പറയുമ്പോൾ ഒരു ബേജാറാണ്, പേടിയാണ്. എന്താണ് പേടിയുടെ കാരണം? ഇങ്ങനെ പേടിക്കാനും മാത്രമൊന്നുമില്ല, ഒരു വലിയ സേവനം നമുക്ക് വേണ്ടി ചെയ്തു തരാണ് എന്നാണ് ഉസ്താദ് പറയുന്നത്. ഇനി ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞ പക്ഷേ നിങ്ങൾ മനസ്സിൽ ഇപ്പോൾ ഓർക്കണം. ഉസ്താദ് പറഞ്ഞ പക്ഷേ എന്താണ്? ഉസ്താദ് പറഞ്ഞ പക്ഷേ ഇതൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കും, ആൾക്കാർ കൊഴിഞ്ഞു പോകുന്നുണ്ട്, അത് ശരിയാണ് എന്നാണ് ആദ്യം പറഞ്ഞത്. എന്നാൽ അത് നിരീശ്വരവാദികളുടെ പ്രചാരണം കൊണ്ടൊന്നല്ല എന്ന് പറഞ്ഞു. അതേ സമയത്ത് വിശ്വാസത്തിൽ നിന്ന് കൂടുതൽ ആളുകൾ പുറത്തോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞു. ഇവിടെ ഉസ്താദ് ഇപ്പൊ പറയുന്നത് എക്സ് മുസ്ലിങ്ങളുടെ പ്രചാരണം കൊണ്ട് യഥാർത്ഥ വിശ്വാസികളുടെ ഈമാൻ കൂടുതൽ ഉറക്കാൻ അത് ഇടയാക്കും, അതുകൊണ്ട് അവർ ഇസ്ലാമിന് വേണ്ടി ചെയ്യുന്ന വലിയൊരു ഹിദ്മത്താണ് അത് എന്നാണ് ഉസ്താദ് പറഞ്ഞത്. കേട്ടോ, അവർ നമ്മുടെ യൂത്തിന്റെ അവരുടെ സ്വത്വബോധത്തെ മതപരമായി കൃത്യമാക്കി എടുക്കാൻ വേണ്ടി ഇവിടെ മതപണ്ഡിതന്മാരെക്കാൾ സ്വാധീനം സേവനം ചെയ്യുന്നത് കൃത്യമായി നമ്മൾ ആലോചിച്ചാൽ അത് എക്സ് മുസ്ലിംസ് ആണ് എന്ന് കണ്ടെത്താൻ കഴിയും. പറഞ്ഞു കൊടുക്കും ഉസ്താദെ. എങ്ങനെയായിട്ട് നമ്മൾ പറഞ്ഞു, ഉസ്താദ്മാര് കൂട്ടിയാൽ കൂടാത്ത പലതും എക്സ് മുസ്ലിങ്ങൾ കൂട്ടിയാൽ കൂടും. കാരണം ഖുർആൻ എടുക്കാൻ പറഞ്ഞാൽ എടുക്കൂലാത്തവർ, ചരിത്രം പഠിക്കാൻ പറഞ്ഞാൽ പഠിക്കൂലാത്തവർ, ഹദീസ് വായിക്കാൻ പറഞ്ഞാൽ വായിക്കൂലാത്തവർ, പുതിയ തലമുറയിലെ കുട്ടികൾ അവരൊക്കെ ഇന്ന് ഇസ്ലാം പഠിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് ഉസ്താദ് പറയട്ടെ. നമ്മളെ എന്താ പറയുക, സോഷ്യൽ ഐഡന്റിറ്റി തിയറികളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു തിയറിയാണ് എന്താ പറയാ ഡിഫെൻസീവ് ഐഡന്റിറ്റി തിയറി. എന്താ ഈ ഡിഫെൻസീവ് ഐഡന്റിറ്റി? ഒരു മതവിഭാഗം അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗം, ആ പ്രത്യേക വിഭാഗം കുപ്രചാരണങ്ങള്, കളവ് പ്രചാരണങ്ങള് ഇങ്ങനെ നിരന്തരം വേട്ടയാടപ്പെടുമ്പോൾ, അത് ആ സൊസൈറ്റിയുടെ അടുത്ത് എത്തിച്ചേരുമ്പോൾ തങ്ങളുടെ ഐഡന്റിറ്റി യഥാർത്ഥത്തിൽ എന്താണെന്ന് പഠിക്കാനുള്ള ഒരു ജിജ്ഞാസയും താല്പര്യവും അവരിൽ വന്നു ചേരും. അപ്പോൾ അവർ പഠിക്കാൻ തയ്യാറാകും. അതായത് നമ്മൾ ഇങ്ങനെ പറയുമ്പോഴെങ്കിലും ഇസ്ലാമിനെ ആകെ കൂടെ ഈ ഒരു ഐഡന്റിറ്റി ക്രൈസിസ് ഉണ്ടാകും. അവർ വിശ്വസിച്ച് വെച്ചതും വിചാരിച്ചു വെച്ചതൊക്കെ തെറ്റായി പോയോ എന്നൊരു പേടി തോന്നുമ്പോൾ അത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട്, അത് ഒന്നുകൂടി ഈമാൻ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്, സംശയം തോന്നുമ്പോൾ ഈമാൻ ഉറപ്പിക്കാൻ വേണ്ടി ഒരു പഠിച്ചോളും എന്നാണ് ഉസ്താദ് പറഞ്ഞതിന്റെ ചുരുക്കം. എന്നാ ഉസ്താദ് നിങ്ങളോട് പറയാ, അങ്ങനെ സംശയം തോന്നിയിട്ട് ശരിക്കുള്ളത് എന്താണെന്നൊന്ന് മനസ്സിലാക്കണല്ലോ, എന്നാ ഇതിന്റെ വസ്തുത എന്ന് അറിയണല്ലോ എന്ന് വിചാരിച്ച് പഠിച്ചു തുടങ്ങിയ ഒരാളാണ് ഞാൻ. അപ്പൊ കുട്ടികളോട് പറയാം, ഉസ്താദ് ഈ പറയുന്ന ആവേശത്തിൽ പോയിട്ട് നിങ്ങൾ ഇതൊക്കെ എടുത്ത് വായിച്ച് ഇതിന്റെ വസ്തുത മനസ്സിലാക്കണം എന്ന് വാശി പിടിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറയണു, നിങ്ങളെ ഈമാൻ പോകും. അപ്പൊ ഉസ്താദ് പറയണത് ഇങ്ങനെ വരുമ്പോൾ ആളുകൾ അത് പഠിക്കാൻ തയ്യാറാവുന്നതാണ്. പഠിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് ഉസ്താദിനകത്ത് കൃത്യമായ കണക്കില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ഉസ്താദ് ഒന്ന് വിശദീകരിക്കട്ടെ. ലോകത്ത് ഇന്ന് മുഴുവനും, ലോക രാജ്യങ്ങളിൽ മുഴുവനും ഏറ്റവും എതിർപ്പ് നേരിടുന്ന ഒരു ജനവിഭാഗമാണ് സത്യത്തിൽ മുസ്ലിം. എവിടെ എതിർപ്പ്? ഇത് ആ മതത്തിനുള്ളിലുള്ള ആളുകളെ വസ്തുത അറിയേണ്ടവർ, അല്ലാതെ കാലഘട്ടത്തിന്റെ ത്രറ്റിനെ ഭയപ്പെട്ട് മാറിപ്പോകുന്നവർ ഈ വിമർശനം ഇല്ലെങ്കിൽ തന്നെ മാറിപ്പോകും. അവരെ നമ്മൾ കണക്കാക്കേ വേണ്ട. വസ്തുതകൾ മനസ്സിലാക്കണമെന്നുള്ളവർ നബിയെ പറ്റി ഒരു ഉപജാപ സംഘം ഒരു ദുരാരോപണം നടത്തിയാൽ അതിന്റെ കൃത്യതയെ കൃത്യമാക്കാൻ പണ്ഡിതന്മാർക്ക് കഴിയും. അവർ ചോദ്യം ചോദിക്കും, കൃത്യമായ മറുപടി കിട്ടും. മറുപടി കിട്ടാത്ത ഒന്നും ഇസ്ലാമിലില്ല. ഒരു ഊഹത്തിന് അടിസ്ഥാനം ഇസ്ലാമിൽ ഇല്ല. നിങ്ങൾ എന്നോട് തന്നെ പറയണം, അടിമത്ത വിഷയത്തിൽ സംവാദത്തിന് വെല്ലുവിളിച്ച് മാളത്തിൽ ഒളിച്ചിട്ട് അയാൾ പോയെങ്കിൽ പോട്ടെ, വേറെ ആരെങ്കിലും ഒരാളെ കിട്ടണ്ടേ? അവസാനം ഇപ്പൊ ഞാൻ മുഷിരിക്കായ രാഹുൽ ഈശ്വറിനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പോവാണ്. ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ വിശ്വാസികൾക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല അവസരമായിട്ട് പ്രയോജനപ്പെടുത്താവുന്ന ഒരു എക്സ് മുസ്ലിം സേവനം, അത് വിശ്വാസികളിലേക്ക് എത്തരുത് എന്ന് ഭയപ്പെട്ട് മാളത്തിൽ ഒളിച്ച് മാറിയിരിക്കുകയാണ് നിങ്ങൾ ഈ പറഞ്ഞ ഇത്തരമില്ലാത്ത ഒന്നും ഇസ്ലാമിൽ ഇല്ല എന്ന് പറഞ്ഞ മുസ്ലിം സമൂഹത്തിലെ പണ്ഡിത നേതൃത്വം. ഇസ്ലാമിക വിഷയം പിന്നെ ഖാസിം ഉസ്താദിനെ അറിയോന്ന് എനിക്കറിയില്ല. ഇസ്ലാമിക വിഷയത്തിൽ എക്സ് മുസ്ലിങ്ങൾ ഉയർത്തുന്ന വാദഗതികൾക്ക് മറുപടി പറയേണ്ടതില്ല എന്നാണ് മുസ്ലിം പക്ഷത്തെ പണ്ഡിതന്മാരുടെ തീരുമാനം. കാരണം എന്താ, അങ്ങനെ പറഞ്ഞാൽ ഈമാൻ പോകും എന്നാണ് അവരുടെ ഫത്വ. അപ്പോഴാണ് നിങ്ങൾ പറഞ്ഞത് ഇവര് പഠിക്കാൻ തയ്യാറാകും. സംഗതി ശരിയാണ്, നമ്മൾ പറഞ്ഞത് ശരിയാണോ അല്ലേ എന്ന് പരിശോധിക്കാൻ അവർ തയ്യാറാകും. പക്ഷെ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈമാൻ നഷ്ടപ്പെട്ടു പോകാൻ ഇടയാക്കും എന്നാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ നേതാവ് ടി കെ അഷ്റഫ് പറയുന്നത്. അത് തന്നെയാണ് പേരട് അബ്ദുറഹ്മാൻ സഖാഫി മേൽ പറഞ്ഞത്. അത് തന്നെയാണ് മുജാഹിദുകളുടെയും സുന്നികളുടെയും പൊതുവിലുള്ള അഭിപ്രായം. എക്സ് മുസ്ലിങ്ങൾ പറയുന്ന ആശയങ്ങൾക്ക്, അവരുയർത്തുന്ന വിമർശനങ്ങൾക്ക് മറുപടി പറയാനോ ഇന്ന് അതിന് മറുപടി പറഞ്ഞേക്കാം എന്ന് വിചാരിച്ചിട്ടോ ആരും അതിന്റെ പിന്നാലെ പോകരുത്. അത് അപകടം ചെയ്യും, നിങ്ങൾ ഈമാൻ ഫസാദാക്കി കളയും എന്നാണ് അവരൊക്കെ പറയുന്നത്.
എന്നിട്ട് ഇപ്പൊ അവസാനം ഇങ്ങോട്ട് വെല്ലുവിളി സ്വീകരിച്ച് നമ്മൾ ചെന്നപ്പോ സംവാദത്തിന് വന്ന ആൾക്കാരൊക്കെ മാളത്തിൽ ഒളിച്ചു. അവസാനം ആരും ഇല്ലാണ്ടായിപ്പോ ഗതികെട്ട മുസ്ലിം സമുദായത്തിന്റെ ഗതികേടിന്റെ ആഴം വ്യക്തമാക്കിക്കൊണ്ട് ഒരു മുഷിരിക്കായ, ഖുർആൻ എന്തൊക്കെയാ മുഷിരിക്കിനെ കുറിച്ചും കാഫിറിനെ കുറിച്ചും നിന്ദിച്ച് പറഞ്ഞത് നമ്മളിപ്പോ പറയുന്നില്ല, കാരണം രാഹുൽ ഈശ്വറിന് വിഷമാവും എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ ആ അർത്ഥത്തിലുള്ള ഒരു നിന്ദ്യനായ, ഖുർആനിന്റെ ഭാഷയിൽ പറഞ്ഞാൽ നിന്ദിക്കപ്പെട്ട ഏറ്റവും നിന്ദ്യനായ ഒരു വിശ്വാസത്തിന്റെ ഭാഗമായി നിൽക്കുന്ന രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന മുഷിരിക്ക് എന്ത് ചെയ്യാൻ പോവാണ്? ഇസ്ലാമിനെ വേണ്ടി, ഇസ്ലാമിന്റെ ഈ ദയനീയാവസ്ഥ കണ്ടിട്ട്, മുസ്ലിം പണ്ഡിതന്മാരുടെ ഈ ഭയപ്പാട് കണ്ടിട്ട് അദ്ദേഹം അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി തയ്യാറായി വന്നിരിക്കുകയാണ്. അറ്റ്ലീസ്റ്റ് റഹ്മത്തുൽ ഖാസിം ഉസ്താദെങ്കിലും രാഹുൽ ഈശ്വറിന് വേണ്ട പിന്തുണ കൊടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് എല്ലാത്തിനും ഉത്തരമുണ്ട്, എല്ലാത്തിനും മറുപടി ഉണ്ടെന്നൊന്ന് ഉസ്താദ് പറഞ്ഞ് ഞങ്ങളെ ചിരിപ്പിക്കരുത്. ഞാൻ ഇപ്പൊ പറയുന്നത്, ആരെങ്കിലും ഒരു പൈസ കൊടുത്തെങ്കിലും മുസ്ലിങ്ങളെ കൊണ്ട് ഈ ജാതി ദുരാരോപണങ്ങൾ ഇനിയും പറയിപ്പിക്കണം. ഇത് കേൾക്കുമ്പോൾ സ്വാഭാവികമായും വസ്തുതകൾ അറിയുന്ന പണ്ഡിതന്മാരെ സമീപിച്ച് തെറ്റ് തിരുത്താനും വസ്തുതകൾ മനസ്സിലാക്കാനും അതിന്റെ വസ്തുനിഷ്ഠമായ വസ്തുതകളെ വിലയിരുത്തി പഠിക്കാനും നമ്മുടെ യൂത്ത് തയ്യാറാവുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രബോധത്തിന് വേണ്ടി, പ്രബോധനത്തിന് വേണ്ടിയിട്ട് റഹ്മത്തുള്ളാഹി ഉസ്താദിന് സംഭാവന അയക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ വീഡിയോന്റെ താഴെ ഒരു ഇത് കൊടുക്കാറുണ്ട്. അപ്പൊ മുസ്ലിങ്ങളെ കൊണ്ട് ആരോപണം ഉന്നയിപ്പിക്കാൻ വേണ്ടി പൈസ കൊടുക്കുക എന്നാണ്. പൈസ തന്നാലും പൈസ തന്നിട്ടില്ലെങ്കിലും നമ്മൾ ഉള്ളതുപോലെ പറയും. അതുകൊണ്ട് ഇനി ഉസ്താദിന്റെ അഭ്യർത്ഥന മാനിച്ച് മുസ്ലിങ്ങളുടെ പ്രവർത്തനത്തിലേക്ക് ആർക്കെങ്കിലും സംഭാവന ചെയ്യുന്നുണ്ടെങ്കിൽ മുസ്ലിമിന്റെ സേവനത്തിന് വേണ്ടിയിട്ട് വിശ്വാസികൾ പ്രത്യേകമായിട്ട് പരിഗണിച്ചിട്ട് നിങ്ങളെ കൊണ്ട് പറ്റുന്ന സംഭാവനകൾ ചെയ്തോളി, നമ്മൾ ഇനിയും വിമർശിച്ചോളാം. അതുവഴി ഇസ്ലാമിക ലോകത്തുള്ള മുസ്ലിം സമൂഹത്തിനകത്തുള്ള പുതിയ തലമുറയിലെ കുട്ടികൾക്ക് വിശ്വാസത്തെക്കുറിച്ച് പഠിക്കാനുള്ള കാരണമാകും, പ്രേരണയാകും എന്നൊക്കെ പറയണത്. അതുകൊണ്ട് ഇവരൊക്കെ നിർത്തിയാൽ പൈസ കൊടുത്ത് ചെയ്യിപ്പിക്കണം എന്നാണ്. തന്നോളി പൈസ, അതാ ഞാൻ ഇതിന്റെ ലൈവിൽ എഴുതി, മീൻസ് അതിന്റെ കമന്റ് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് സംഭാവനകൾ ഗംഭീരമായാൽ പരിപാടികൾ, സംഭാവനകൾ കൂമ്പാരമായാൽ പരിപാടി ഗംഭീരമാവും. അതുകൊണ്ട് വിശ്വാസികളെ മടിച്ചു മാറി നിൽക്കാതെ, ഈ ഉസ്താദുമാർക്ക് അരിമ്പാറക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി കൊടുക്കാതെ, വിശ്വാസികളുടെ ഈമാൻ ഉറപ്പിക്കുന്ന കലാപരിപാടിയിലേക്ക് മുസ്ലിങ്ങൾ നടത്തുന്ന ഈ പ്രവർത്തനത്തിലേക്ക് നിങ്ങൾ സംഭാവനകൾ അടിപൊളിയായിട്ട് വന്നോട്ടെ. GPay നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ട്. വേറെ ഏതെങ്കിലും വഴിയിലാണ് നിങ്ങൾ സംഭാവന ആഗ്രഹിക്കുന്നതെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതിനുള്ള എല്ലാ സംവിധാനവും ഉണ്ട്. അതുകൊണ്ട് ഉസ്താദിന്റെ അഭ്യർത്ഥന മാനിച്ച് പോന്നോട്ടെ, സംഭാവന പോന്നോട്ടെ. വിമർശനം നമ്മൾ വിമർശിച്ചു തരാം. നിങ്ങൾ വസ്തുത മനസ്സിലാക്കിയിട്ട് ഇസ്ലാമിൽ ഉറച്ചോളി, നിങ്ങൾ പഠിച്ചോളി, ഖുർആൻ വായിച്ചോളി, പ്രേരണ ആയിക്കോട്ടെ. ചുരുക്കം ചിലർ പുറകോട്ടും, അത് എല്ലാ കാലത്തും അത് സുഖിയന്മാരാണ്. അവരുടെ കാര്യം മതമല്ല പ്രശ്നം, അവരുടെ പ്രശ്നം എന്താണ്? സുഖ താല്പര്യമാണ്. എന്നാൽ 80% യൂത്തും വസ്തുതകൾ പഠിക്കും, അങ്ങനെ കാര്യങ്ങൾ. എന്നിട്ടോ അവർക്കൊരു സോഷ്യൽ ഐഡന്റിറ്റി അല്ലെങ്കിൽ റിലീജിയസ് ഐഡന്റിറ്റി ഇതിൽ രൂപപ്പെടും. മതപരമായ സ്വത്വബോധം, സാമൂഹികമായ സ്വത്വബോധം ഇത് ഉണ്ടാക്കി തരുന്നത് ആരാ? മുസ്ലിംസ്. ചെയ്യട്ടെ അവര്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അതായത് നമ്മൾ ഇസ്ലാമിനെ വിമർശിക്കുമ്പോൾ അവർക്ക് റിലീജിയസ് ഐഡന്റിറ്റി ക്രൈസിസ് വരും, അല്ലെങ്കിൽ ഒരു സ്വത്വബോധത്തിൽ ഒരു പ്രശ്നം വരും. അതുകൊണ്ട് അതിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി ഞങ്ങളൊക്കെ പറയുന്നത് തെറ്റാണ് എന്ന് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടുള്ള തീവ്രമായിട്ടുള്ള പരിശ്രമം വരും. അങ്ങനെ ഉസ്താദുമാരെ ബന്ധപ്പെടും. റഹ്മത്തുൽ ഖാസിം ഉസ്താദ് പറയാൻ കാരണം, നമ്മളൊക്കെ വീഡിയോ കേട്ടിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ ഖാസിം ഉസ്താദിനെ വിളിക്കലുണ്ടാവും പോലും. എന്താണ് ഇങ്ങനെ മുസ്ലിങ്ങൾ പറയുന്നുണ്ട്, അതുകൊണ്ട് എന്താണ് ഇപ്പൊ ഇതിലുള്ള വസ്തുത എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉസ്താദ് അത് വസ്തുനിഷ്ഠമായി പറഞ്ഞു കൊടുക്കും. അപ്പോൾ അവർക്ക് അത് ബോധ്യപ്പെടും. അങ്ങനെ എത്രയോ ആൾക്കാർ വിളിക്കുന്നുണ്ടാവും, എത്രയോ ഉസ്താദുമാരെ വിളിക്കുന്നുണ്ടാവും. അപ്പൊ അതുകൊണ്ട് മുസ്ലിങ്ങൾ ചെയ്യുന്നത് വലിയ സേവനമാണെന്നാണ് ഉസ്താദിന്റെ വാദം. അതുകൂടി ഒന്ന് കേൾക്കും. അപ്പൊ സ്വാഭാവികമായും നിലവിലുള്ള ഇന്നത്തെ മുസ്ലിം യൂത്തിനെ ശക്തമാക്കാനാണ് ഈ മുസ്ലിംസിന്റെയും ഏത്തിസ്റ്റുകളുടെയും പ്രചണ്ഡമായ ദുരാരോപണങ്ങളും മറ്റും ഉപകരിക്കുന്നത്. ഒരിക്കലും അത് നെഗറ്റീവായി എടുക്കേണ്ടതില്ല. ഇത്തരം ഒരു ലക്ഷറി ലഭിക്കുന്ന ഒരു സമൂഹം കേരളീയ സാമൂഹിക തപസ്സിൽ അത് മുസ്ലിമീങ്ങൾ മാത്രമാണ് എന്ന് വേണമെങ്കിൽ പറയാം. പറഞ്ഞ മനസ്സിലായിട്ടില്ല അല്ലെ? അതായത് ഇത്രയും ഇസ്ലാമിനെ പഠിക്കാനുള്ള ഒരു ലക്ഷറി, ഇതാണ് ഞാൻ നിങ്ങൾ നേരത്തെ പറഞ്ഞു തുടങ്ങിയ ലക്ഷറി. ഇസ്ലാം എന്താണെന്ന് ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കാൻ മുസ്ലിങ്ങൾ സഹായിക്കുന്ന ഒരു ലക്ഷറി, അതാണ് ഉസ്താദ് പറയുന്നത്. മൗലവിമാര് നൂറ്റാണ്ടുകളായിട്ട് വയത് പറഞ്ഞിട്ട് ഖുർആൻ എടുത്ത് മറിച്ചു നോക്കാത്തവൻ മുസ്ലിങ്ങളുടെ വിമർശനം കേട്ടിട്ട് ഖുർആനും തഫ്സീറും ഹദീസും അതിന് ഷറഹും അതേപോലെ കർമ്മശാസ്ത്രവും സീറയും ഒക്കെ പഠിക്കാൻ മുസ്ലിം യൂത്ത് തയ്യാറാവുന്നു എന്നതാണ് ഈ ഒരു ലക്ഷറിയെ കുറിച്ചാണ് ഉസ്താദ് പറയുന്നത്. ഉസ്താദുമാര് പഠിച്ച പടി 18 നോക്കിയിട്ട് നടക്കാത്ത കാര്യം മുസ്ലിങ്ങളുടെ സംഭാവനയിൽ നടക്കുന്നു എന്നാണ് ഉസ്താദ് പറഞ്ഞത്. അതാണ് മുസ്ലിം സമൂഹം കേരളത്തിൽ പ്രത്യേകിച്ച് അനുഭവിക്കുന്ന ലക്ഷറി. അത് ഉസ്താദ് ഒന്ന് വിശദീകരിച്ചു തരും, കേട്ടോളി.
അങ്ങനത്തെ ഒരു സാഹചര്യം ഇല്ലെങ്കിലോ, ഇപ്പൊ നിലവിലുള്ള സാഹചര്യം എന്ന് പറയുന്നത് അലസരായ സമൂഹം, പ്രത്യേകിച്ച് മതത്തെക്കുറിച്ചും മറ്റുമൊക്കെ മതകാര്യങ്ങളെ മതപഠനം ഇതിനെക്കുറിച്ചൊക്കെ അലസരായ ഒരു യൂത്താണ് നിലവിലുള്ള യൂത്ത്. എല്ലാ മതങ്ങളിലും അങ്ങനെ തന്നെയാണ്, മുസ്ലിം സമുദായത്തിലും അങ്ങനെ തന്നെയാണ്. പക്ഷെ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ആരോപണങ്ങളുടെയും ദുരാരോപണങ്ങളുടെയും നടുവിൽ സ്വന്തം മതത്തെ പഠിക്കാനുള്ള ഒരു ലക്ഷറി അത് മുസ്ലിം യുവാക്കൾക്ക് സ്വാഭാവികമായി ലഭിക്കും. അതിന് കാരണക്കാരായിട്ട് ഇപ്പൊ കേരളത്തിൽ പ്രവർത്തിക്കുന്നത് എക്സ് മുസ്ലിങ്ങളാണ്. അതുകൊണ്ട് എക്സ് മുസ്ലിങ്ങളെ നിങ്ങൾ ഉദാരമായിട്ട് സഹായിക്കണം, അവരെ പ്രോത്സാഹിപ്പിക്കണം. അതിനെ നമ്മൾ ആശങ്കയോടെ നോക്കിക്കാണണ്ട. ഇനി എക്സ് മുസ്ലിങ്ങൾ സ്വമേധയാ വിമർശിക്കുന്നില്ലെങ്കിൽ അവർക്ക് പൈസ കൊടുത്തിട്ടാണെങ്കിലും നിങ്ങൾ ഇസ്ലാമിനെ എതിരെയുള്ള വിമർശനങ്ങൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം. ഇതാണ് റഹ്മത്തുൽ ഖാസിമിയുടെ വാദം. അതിന് ഉസ്താദിന്റെ തെളിവുണ്ട്, അനുഭവം സാക്ഷി. അതിന് സത്യത്തിൽ മുസ്ലിം സമുദായം നന്ദി പറയേണ്ടതാണ് ഇവിടുത്തെ നിരീശ്വരവാദികളോടും എക്സ് മുസ്ലിമിനോടും. കാരണം എന്തുകൊണ്ട് അവരങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ഇത്തരം ഒരു സാഹചര്യത്തിൽ ഒരു മതപ്രഭാഷണമോ ഒരു മതപുസ്തകമോ പുറത്തിറങ്ങിയാൽ നിലവിലെ യൂത്ത് നിലവിലെ സാഹചര്യത്തിൽ അത് ശ്രദ്ധിക്കേയില്ല. പക്ഷെ ഇന്നും നിലവിലെ യൂത്ത് യുവതി-യുവാക്കൾ, എന്നെ സംബന്ധിച്ച് എനിക്കറിയാം, യുവതി യുവാക്കൾ നിരന്തരം പല കാര്യത്തിനും വിളിച്ചുകൊണ്ടേയിരിക്കും. അതിന്റെ സാഹചര്യം എന്തുകൊണ്ടാണ്? ഈ ഡിഫെൻസീവ് ഐഡന്റിറ്റി അവരിൽ വർക്ക് ചെയ്യാണ്. അതിനെന്താ കാരണം? ഏത്തിസ്റ്റുകളും എന്താ പറയാ എക്സ് മുസ്ലിംസും കൊണ്ടുവരുന്ന ഈ ദുരാരോപണങ്ങളുടെ ലക്ഷറിയാണ്. അപ്പൊ പഠിക്കാൻ ഒരു സ്വാഭാവികം നിർബന്ധിതരാവുകയാണ്. അപ്പൊ എന്നെ അങ്ങനെ എത്ര ആള് വിളിക്കുന്നുണ്ടാവും. അതാണ്. അപ്പൊ മുസ്ലിം സമൂഹം ഇന്ന് അനുഭവിക്കുന്ന ഒരു ലക്ഷറിയുടെ കാരണക്കാരായിട്ടുള്ളത് എക്സ് മുസ്ലിങ്ങളാണ്. അതുകൊണ്ട് എക്സ് മുസ്ലിങ്ങളെ അവർക്ക് നന്ദി പറയണം, അവരെ സഹായിക്കണം, അവരതിനെ പ്രോത്സാഹിപ്പിക്കണം, വേണ്ടി വന്ന പൈസ കൊടുത്തിട്ടാണ് ചെയ്യിപ്പിക്കണം എന്നാണ് ഉസ്താദിന്റെ വാദം. യുവതി യുവാക്കൾ പൊതുവെ മതത്തെ പഠിക്കുന്ന കാര്യത്തിൽ 100% അലസരാവുകയും അവർക്ക് ഭൗതികതയിലേക്കുള്ള ഒരു കുതിരച്ചാട്ടം നടക്കുകയും ചെയ്യുന്ന നിലവിലുള്ള സാഹചര്യത്തിൽ നമ്മുടെ യുവതി യുവാക്കൾക്ക് ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ പഠിക്കാനും അറിയാനും ഞങ്ങൾ ഇതാണ് എന്ന് വ്യക്തമായി അവരുടെ സ്വത്വബോധം രൂപപ്പെടുത്തിയെടുക്കാനും ഈ എക്സ് മുസ്ലിംസും ഈ ഏത്തിസ്റ്റുകളും ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനം എന്ന് പറഞ്ഞാൽ അത് അവർ ചെയ്തിട്ടില്ലെങ്കിൽ പണം കൊടുത്തെങ്കിലും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടി വരുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ പണം തന്നില്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട സേവനം നമ്മൾ കൃത്യമായിട്ട് ചെയ്തിരിക്കും. എന്തായാലും മതം എന്താണെന്ന് മനസ്സിലാക്കാൻ വിമുഖത കാണിക്കുന്ന യുവതയെ എന്താണ് ഈ മതം എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ അവരെ പ്രേരിപ്പിക്കുകയും അതിനവരെ നിർബന്ധിക്കുകയും ചെയ്യുന്ന ഒരു സാമൂഹ്യ സാഹചര്യം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തിൽ നമ്മൾ നടത്തുന്ന ഉദ്യമത്തിന് അംഗീകാരം ലഭിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. റഹ്മത്തുൽ ഖാസിമി ഉസ്താദെങ്കിലും നമ്മൾ ഇവിടുത്തെ മുസ്ലിം സമൂഹത്തിന് മുസ്ലിങ്ങളായി ജനിച്ച് ജീവിച്ച യുവതലമുറയ്ക്ക് പുതുതലമുറയ്ക്ക് ഇസ്ലാം എന്താണ് എന്ന് അതിന്റെ യഥാർത്ഥ ഇസ്ലാം എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള പ്രേരണ നൽകുന്ന ഈ കാര്യം നമ്മളൊക്കെ എത്രയോ പറഞ്ഞിട്ടും ആൾക്കാർക്ക് മനസ്സിലാവണില്ല. ഒരു പറഞ്ഞ നമ്മൾ ഇസ്ലാമിന് കുറ്റം പറയാനല്ല, യഥാർത്ഥ ഇസ്ലാം എന്താണ് എന്ന് വിശ്വാസികളെ പഠിക്കാൻ പ്രേരിപ്പിക്കുകയാണ്, വായിക്കാൻ പ്രേരിപ്പിക്കുകയാണ്. എന്തായാലും ആ കാര്യം ഒരു മതപണ്ഡിതൻ ഇത്രയും ഓപ്പണായിട്ട് അക്നോളജ് ചെയ്തതിൽ, അതിൽ നമ്മൾ അഭിനന്ദിക്കുന്നതിൽ, അതിൽ നമുക്ക് വേണ്ട സഹായ സൗകര്യങ്ങൾ ചെയ്തു തരണം, നമുക്ക് പൈസ തന്നിട്ടാണെങ്കിലും നമ്മളുടെ ഈ പ്രവർത്തനം തുടരണം എന്ന് മുസ്ലിം സമൂഹത്തോട് ഉദ്ഘോഷിക്കുന്നതിൽ അദ്ദേഹത്തോടുള്ള കടപ്പാടും നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തേക്ക് അവസാനിപ്പിക്കുകയാണ്.